കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്ന ദിവസന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ ഈ വർഷത്തെ അവസാനത്തെ ക്ലാസ്സിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഇന്ന് 77ാമത്തെ സെഷനാണ്. ഹല്ലേലൂയ. ഇതിന് ശേഷം അടുത്ത 2 മാസത്തേക്ക്, അതായത് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നില്ല. 2 മാർച്ച് ആയിരിക്കും അടുത്ത ക്ലാസ് നമ്മൾ ആരംഭിക്കുവാനായിട്ട് പോകുന്നത്, അത് പുനരാരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 മാസത്തേക്ക് നമുക്കൊരു ബ്രേക്ക് ഉണ്ടായിരിക്കും. ഇതുവരെ ചിന്തിച്ചതും പഠിച്ചതും ഒക്കെ ഒന്ന് റീക്യാപ്പ് ചെയ്യുവാൻ, റിവൈസ് ചെയ്യുവാൻ കിട്ടുന്ന ഒരു അവസരമാണ്. എല്ലാവരും അതിനായിട്ട് സമയം കണ്ടെത്തുകയും തിരുവചനം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ 21-ാം തീയതി കോട്ടയത്ത് നാം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ദ ഗേറ്റ് ചർച്ച്, കഴിയുന്നത്രയും ആ ഏരിയയിൽ വന്നു ചേരുവാൻ കഴിയുന്നവർക്കൊക്കെ അവിടെ ആരാധനയ്ക്കായിട്ട് വന്ന് കൂടുവാനായിട്ട് വിശേഷാൽ ഉത്സാഹിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. 21-ാം തീയതി ജനുവരി നാം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ചർച്ച് റെഗുലറായിട്ട് എല്ലാ ഞായറാഴ്ചയിലും അവിടെ ആരാധന ഉണ്ടാവും. അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ ഉണ്ടാവും. കോട്ടയത്തെ പ്രവർത്തനത്തിനു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാനും ഉത്സാഹിക്കുവാനും ഞാൻ വിശേഷാൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഈ വർഷത്തിന്റെ അവസാന ദിനങ്ങളാണല്ലോ. 2 ദിവസത്തിന് ശേഷം നാളെ കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കുകയാണ്. പുതിയ ബലത്തോട്, ദൈവിക തീരുമാനങ്ങളോട്, ഉത്തരവാദിത്വത്തോടുകൂടി പുതുവർഷത്തെ വരവേൽക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. എനിക്ക് അല്പമായ പ്രയാസം ത്രോട്ട് ഉണ്ട്. എന്നിരുന്നാലും കർത്താവ് ബലപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് ക്ലാസ്സിലേക്ക് നമുക്ക് തുടർമാനമായ ചിന്തയിലേക്ക് വരികയാണ്. അപ്പോസ്തല പ്രവർത്തികളാണ് നാം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 5-ാമത്തെ അധ്യായം പ്രാരംഭ ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായി. ഇന്ന് അതിന്റെ ബാക്കി 5-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ കൂടെ ചിന്തിച്ച് 6-ാമത്തെ അധ്യായം പൂർണ്ണമായിട്ടും പഠിച്ചതിന് ശേഷം ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ആ ചോദ്യത്തിനൂടെ മറുപടി പറഞ്ഞ് ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം തിരുമേശ, കർത്തൃമേശയെ കുറിച്ചുള്ളതാണ്. ഗേറ്റ് മിനിസ്ട്രീസ് കർത്തൃമേശയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം എന്നുള്ളൊരു ചോദ്യം കിട്ടിയിട്ടുണ്ട്. അതിന് വ്യക്തമായിട്ടും വിശദമായിട്ടും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. കാര്യം ഒത്തിരി പേര് വിചാരിച്ചിരിക്കുന്നത് ഗേറ്റ് മിനിസ്ട്രിക്ക് കർത്തൃമേശ അങ്ങനെ ഒരു ശുശ്രൂഷ ഇല്ലെന്നാണ്. എന്നാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ശുശ്രൂഷയാണ് കർത്തൃമേശ. തീർച്ചയായിട്ടും അത് നമ്മുടെ ആരാധനയിലെല്ലാം ഉണ്ട്. എല്ലാ ഞായറാഴ്ചയിലെ ആരാധനയിലും വിശേഷാൽ കർത്തൃമേശ ഉണ്ടായിരിക്കും. അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് അല്പമായിട്ടൊന്ന് വിശദീകരിക്കുവാൻ അവസാനത്തെ ഒരു 20-25 മിനിറ്റ് ഞാൻ ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 5-ാമത്തെ അധ്യായമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ അവസാന ഭാഗങ്ങളിൽ ഏകദേശം 33-ാമത്തെ വാക്യമാണ് നാം വായിച്ചു നിർത്തിയത്. 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഇത് കേട്ടപ്പോൾ അവർ കോപ പരവശരായി. ഞാൻ ആ വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്യാം. ഇത് കേട്ടപ്പോൾ അവർ കോപ പരവശരായി, അവരെ ഒടുക്കി കളയുവാൻ ഭാവിച്ചു എന്ന വാക്യത്തിലാണ് നമ്മൾ വായിച്ച് നിർത്തിയത്. തുടർമാനമായിട്ട് ബാക്കി കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് പെട്ടെന്ന് ചിന്തിക്കുവാനും അടുത്ത വിഷയത്തിലേക്ക് കടക്കുവാനും കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അപ്പോസ്തലന്മാരെ വിസ്തരിക്കുന്നതായും കോപപരവശരായിട്ട് അവരുടെ വിസ്താരത്തിൽ നിന്നും അവരുടെ ആ ഒരു ധൈര്യവും ദൈവവചനത്തിലുള്ള ഉറപ്പും കർത്താവിന്റെ സാക്ഷ്യമായി നിൽക്കുന്നത് കാണുമ്പോൾ അവർക്ക് മഹാപുരോഹിതനും ന്യായശാസ്ത്രിമാർക്കും ആ ഒരു സന്നിധിൻ സംഘത്തിനും ഒക്കെ സഹിക്കാൻ കഴിയാതെ അവരെ ഒടുക്കി കളയുവാനായിട്ട് ഭാവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ തുടർമാനമായി താപ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം, അതായത് ഗമാലിയേൽ എന്ന് പറയുന്ന ഒരു ന്യായശാസ്ത്രി, ഗമാലിയേൽ സ്റ്റുഡ് അപ്പ് ആൻഡ് സ്റ്റോപ്ഡ് ദം. അല്ല എന്നുണ്ടെങ്കിൽ അവരെ ഓൾമോസ്റ്റ് കൊന്നുകളയുവാനായിട്ടുള്ള കള്ളസാക്ഷികളെ വരെ തയ്യാറാക്കുവാൻ അവര് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതാണ്. കള്ളസാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവരെ ഒടുക്കി കളയുവാനായിട്ട്. എന്നാൽ ഗമാലിയേൽ എന്ന് പറയുന്ന ഒരു ന്യായശാസ്ത്രി എഴുന്നേൽക്കുകയും അവിടെ താന് അതിനെതിരായിട്ട് അവരെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. 34-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ, അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ, ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാം, 33-34. അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായസംഘത്തിൽ എഴുന്നേറ്റു. അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ ആൾക്കാരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു? മഹാപുരോഹിതനോടും മറ്റ് ശാസ്ത്രിമാരോടും മറ്റ് ന്യായാധിപ സംഘത്തോടുമാണ് ഈ പറയുന്നത്. ഗമാലിയേൽ ശാസ്ത്രി അന്നത്തെ ന്യായശാസ്ത്രിമാരിൽ പ്രധാനിയാണ്. അദ്ദേഹമായിരുന്നു പൗലോസ് അപ്പോസ്തലന്റെ മെന്റർ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പറഞ്ഞത്,
ഇത് പറയാൻ കാര്യം, നിങ്ങൾ ഇവരുടെ വിഷയത്തിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. കാര്യം ഇവർക്ക് മുൻപും പലരും ഇതുപോലെ ക്രിസ്തു എന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. തപ്പോട്ടൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, തദ്ദാസ് എന്നൊരുവൻ എഴുന്നേറ്റു ഇതിനു മുൻപ്. അവൻ മഹാൻ എന്ന് നടിച്ചു. അവനോടൊപ്പം ഏകദേശം ഒരു 400 പേര് ചേർന്നിരുന്നു. എന്നാൽ തദ്ദാസ് മരിച്ചുപോയി. അവരും എല്ലാവരും ചിതറിപ്പോവാനായിട്ടിടയായി. അതുപോലെ തന്നെ അതിന് ശേഷം ഗലീലക്കാരനായ ഒരു യൂദ ചാർത്തലിന്റെ കാലത്ത് താൻ ക്രിസ്തു എന്ന് പറഞ്ഞ് എഴുന്നേറ്റു. ഒത്തിരി പേര് ഇവരുടെ ഇടയിൽ ഇങ്ങനെ കള്ള ക്രിസ്തുക്കൾ എഴുന്നേൽക്കുക പതിവായിരുന്നു. കാര്യം ഇവരെല്ലാവരും കാത്തുകൊണ്ടിരുന്ന ഒരു വലിയ കാര്യമാണ് മശിഹ വരുമെന്നുള്ളത്. അവർക്ക് ഈ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കും, കിങ്ഡം ഓഫ് ഹെവൻ, മശിഹയുടെ ഒരു വരവിന് വേണ്ടി ഇവരെല്ലാവരും കാത്തിരുന്നിരുന്നു. അതുകൊണ്ട് അത് അറിയാവുന്നവരൊക്കെ മുതലെടുക്കുവാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. തദ്ദാസ് എന്ന് പറയുന്ന ഒരുത്തൻ ക്രിസ്തു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഒത്തിരി പേർ അവൻ്റെ കൂടെ കൂടിയിരുന്നു. എന്നാൽ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നവരും പിന്നെ ചിതറി പോകാനായിട്ടിടയായി. അതിനുശേഷം ഗലീലക്കാരനായ ഒരു യൂദ എഴുന്നേറ്റു. തന്റെയും ഗതി ഇതുപോലെ തന്നെ ആയിപ്പോയി. താനും മരിച്ചു, തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും പിന്നെ ചിതറി പോകുവാനായിട്ടിടയായി. അതുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പിന്റെ കാര്യത്തിലും അതുപോലെ തന്നെയാകും. അവരുടെ ഗുരു മരിച്ചുപോയി. ഇവര് സത്യമായിട്ടും ദൈവത്തിന്റെ മാർഗത്തിൽ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരും ചിതറി പോകുവാനായിട്ടിടയായി തീരും. അതുകൊണ്ട് ഇനി ഇവര് സത്യമാർഗമാ പറയുന്നെന്നുണ്ടെങ്കിൽ ദൈവനാമത്തിനെതിരായിട്ട് നിങ്ങൾ തിരിഞ്ഞു എന്ന് വരും. അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ ഇടപെടുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് ഗമാലിയേൽ ന്യായശാസ്ത്രി അവരോട് പറയുന്ന ഒരു രംഗമാണ്. 38, 39 വാക്യങ്ങൾ. അവിടെ പറയാണ്, ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യം എന്ന് വരികിൽ അത് നശിച്ചു പോകും. മാനുഷ്യപരമായിട്ട് അവർ ക്രിസ്തു ആണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നശിച്ചു പോകും. ഇനി അല്ല ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ന്യായശാസ്ത്രിയായിരുന്ന ഗമാലിയേൽ എഴുന്നേറ്റ് നിന്ന് അവരോട് പറഞ്ഞത് കൊണ്ടാണ് അവർ ആ കാര്യങ്ങളൊന്നും വിട്ടുമാറുവാനായിട്ടിടയായി തീർന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ഒടുക്കി കളയുവാൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരക്ഷരം മിണ്ടിപ്പോയേക്കല്ലെന്ന് രണ്ടാമത്തെ പ്രാവശ്യമായി തർജ്ജനം ചെയ്തു വിടുന്നത്. എന്നാൽ അവർ ശക്തമായിട്ട് പ്രസംഗിക്കുക. ഇത് പ്രസംഗിക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവരെല്ലാം കൂടെ ചേർന്നാണ് കർത്താവിനെ ക്രൂശിൽ തറച്ച് കൊന്നുകളഞ്ഞിരിക്കുന്നത്. അവരുടെ മശിഹായെ, ഒരു സഹസ്രാബ്ദമായിട്ട് കാത്തിരുന്ന മശിഹായെ അറിയാതെ ക്രൂശിൽ തറച്ച് കൊന്നുകളഞ്ഞു എന്നുള്ള പേര് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതുപോലെ ശിക്ഷ വരാം. അതുകൊണ്ട് അവർ പറയുകയാണ്, ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ നിങ്ങൾ നോക്കുന്നു. അതുകൊണ്ട് കർത്താവിനെ കൊന്നു കളഞ്ഞതുപോലെ തന്നെ ഇവരെ 12 പേരെയും എക്സിക്യൂട്ട് ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത്. 32-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവരെ ഒടുക്കി കളയുവാനായിട്ട്, അവര് കോപപരവശരായിട്ട് അവരെ ഒടുക്കി കളയുവാൻ അങ്ങനെ വെയിറ്റിംഗിൽ നിൽക്കുമ്പോഴാണ് ഗമാലിയേൽ ശാസ്ത്രി എഴുന്നേറ്റിട്ട് പറയുന്നത്, ഇവരുടെ കാര്യത്തിൽ അല്പം സൂക്ഷിച്ചു കൊള്ളാനായിട്ട് പറയുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കള്ള ക്രിസ്തുക്കൾ അനേകർ ഇവരുടെ ഇടയിൽ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം ഒന്ന് കാണിച്ചിട്ട് മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്കറിയാം മഹോപദ്രവകാലം ആരംഭിക്കുകയാണ്. ഇവിടെ ആരംഭിച്ചു കഴിയുമ്പോഴത്തേന് ആദ്യമേ പ്രത്യക്ഷപ്പെടുന്നത് ഒരു കള്ളക്രിസ്തുവ. ഈ വാക്യം കണ്ടില്ലോ, കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ. 5-ാം അധ്യായത്തിൽ ഒരു പുസ്തകവും 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകവും ഒക്കെ കാണാം. അത് പിതാവായ ദൈവത്തിന്റെ കയ്യിൽ നിന്നും പുത്രനായ ക്രിസ്തു വാങ്ങിക്കുകയും അതിന്റെ ഓരോ മുദ്രകളും പൊട്ടിക്കുമ്പോൾ ലോകത്തിന് മേൽ ന്യായവിധി അയക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം പറയാണ്, കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അത് കഴിയുമ്പോഴത്തേന്, അപ്പോൾ ഞാനൊരു വെള്ള കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഇതെല്ലാം ക്രിസ്തുവാണ്. അത് കഴിയുമ്പോഴത്തേന് അവൻ 2-ാം മുദ്ര പൊട്ടിച്ചു. വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്ന മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവൻ മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. അത് കഴിയുമ്പോഴത്തേന് 3-ാം മുദ്ര പൊട്ടിച്ചു. വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഞാൻ എന്തിനായി വായിച്ച് കൽപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ കാത്തിരുന്നതാണ് ഈ ക്രിസ്തു വരുമെന്നുള്ളതും ഇവർക്ക് അറിയാം മശിഹ വരുമെന്നുള്ളതിനു വേണ്ടി അവർ കാത്തിരിക്കുന്നതാണ്. ഇവിടെ മശിഹായുടെ രൂപത്തിൽ വേറൊരു കള്ള ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് 1-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഇവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലം അത് അവസാനത്തെ 7 വർഷമാണ്. ആ 7 വർഷത്തിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തി യഹൂദനെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ആ മുദ്ര
ദൈവം ആ പുസ്തകത്തിന്റെ മുദ്ര കുഞ്ഞാട് പൊട്ടിക്കുമ്പോൾ, ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന കണ്ടില്ലേ? നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുടക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. ഏത് കുതിരയാ? വെള്ളക്കുതിര. ഇതാരാ വരുന്നതെന്നറിയാമോ? അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനും പുറപ്പെട്ടു. ഇവന്റെ ഇരിപ്പും വരവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ മശിഹായെന്ന് തോന്നിപ്പോകും. ഇവനൊരു വലിയ സമാധാന പ്രഭുവായിട്ടാണ് ലോകത്തിലേക്ക് വരുന്നത്. കള്ള ക്രിസ്തു, മനസ്സിലായോ? യേശു ക്രിസ്തുവിന്റെ രൂപത്തിലും യേശു ക്രിസ്തുവിന്റെ പേരിലും ഭാവത്തിലുമാണ് ഇവൻ എക്കാലവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും കർത്താവിന്റെ പേരിലാണ് ഈ വ്യാജ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു വെള്ള കുതിരയെ കണ്ടു. ഇവൻ എന്താ ഒരു കറുത്ത കുതിര എടുക്കാത്തെ? എന്താ വേറൊരു ബ്രൗൺ കുതിര എടുക്കാത്തെ? വെള്ള കുതിരയെ എടുക്കത്തുള്ളൂ. വെളിച്ച ദൂതന്റെ വേഷത്തിലെ വരത്തുള്ളൂ. വന്നേക്കുന്നത് എന്തിനാ നോക്കിയാൽ കയ്യിൽ ഒരു വില്ലുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കിരീടമൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഇവൻ ദൈവദൂതനാണെന്നേ തോന്നത്തുള്ളൂ. ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഇദ്ദേഹം വരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ അതിനെ അധികം സ്പെക്കുലേറ്റ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്കറിയാം. ഇസ്രായേൽ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്. ആലയം പണിയെക്കുറിച്ചുള്ള പ്രശ്നമാണ്. ആ പ്രശ്നത്തിനെല്ലാം പരിഹാരം ഉണ്ടാക്കാനായിട്ടാണ് ഇവൻ വരുന്നത്. ഇവൻ ഒരു സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടുന്ന രീതിയിൽ ഒരു പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പീസ് ട്രീറ്റി ഒക്കെ സൈൻ ചെയ്യുന്ന രീതിയിൽ ലോകത്തിലേക്കും ഏറ്റവും നമ്പർ 1 സമാധാനത്തിന്റെ പ്രഭു ആയ രീതിയിലാണ് ഇവൻ വരുന്നത്. എന്നാൽ ഞാൻ അടുത്ത വാക്യങ്ങളൊക്കെ വായിച്ച് കേൾപ്പിച്ച് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ കൈയോട് ലോകരാജ്യങ്ങളിൽ യുദ്ധം ആരംഭിക്കും. യുദ്ധങ്ങളും ഭൂകമ്പവും വ്യാധികളും ക്ഷാമവും ഭൂകമ്പവും ഒക്കെ ആരംഭിക്കാൻ തുടങ്ങും. പക്ഷെ ഇവന്റെ വരവ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിശ്വസിച്ചു പോകും. ആ രീതിയിലാണ് ഇവന്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് കാണിച്ചത്. ഇതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു വാക്യം കൊടുത്ത് കാണിച്ച് ഞാൻ അവിടുന്ന് മാറാം. 24-ാം അധ്യായം. അവിടെ കർത്താവ് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, കർത്താവെ ആ നാളിന്റെ ലക്ഷണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന പലരെയും തെറ്റിക്കും. ഒത്തിരി പേര് ക്രിസ്തുവാണെന്ന് പറഞ്ഞു വരും. കാര്യം ഇവർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കാരണം ആ ഒരു കാര്യം അവർ മുതലെടുത്ത് അവരാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ വന്ന് എന്റെ പേരെടുത്ത് വന്ന പലരെയും തെറ്റിക്കും. ഇത് മത്തായി 24-ൽ കർത്താവ് വായ്മൊഴിയായിട്ട് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1, 2, 3, 4, 5, 6 വാക്യങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യം കള്ള ക്രിസ്തു പ്രത്യക്ഷപ്പെടും. രണ്ടാമത് കണ്ടില്ലയോ, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പീൻ, സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. രണ്ടാമത്തേത് യുദ്ധമാണ്. മൂന്നാമത്തേത്, എന്നാൽ അത് അവസാനമല്ല, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാവും. മൂന്നാമത്തെ കുതിര വരുന്ന കാര്യമായത്. ഇതേ ഓർഡറിൽ തന്നെ കർത്താവ് ഇവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ നടക്കുന്നത്. ഞാൻ എന്തിനാ ഇതിനിടയിൽ അത് കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവര് ക്രിസ്തുവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത് കൊണ്ട് ഓരോരോ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ ഇടപെട്ട് വന്നുകൊണ്ടിരുന്നു. ഒരുത്തൻ തദ്ദാസ് എന്ന് പറഞ്ഞ ഒരുത്തൻ വന്നു, അദ്ദേഹം അല്ല എന്ന് മനസ്സിലായി. പിന്നെ യൂദ എന്ന് പറഞ്ഞ ഒരുത്തൻ വന്നു. അതുപോലെ ഇപ്പം പുതിയതായിട്ട് യേശു എന്ന് പറയുന്ന ഒരാൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത് മാനുഷികമെങ്കിൽ ഇത് തന്നെ പട്ടുപോകും. നിങ്ങൾ ഇവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് തന്നെ പട്ടുപോകും. എന്നാൽ ദൈവികം എന്ന് വരികിൽ നിങ്ങൾ ദൈവത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ദൈവികമെങ്കിലോ നിങ്ങൾ അത് നശിപ്പിക്കാൻ കഴിയുകയില്ല, നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറയുന്ന ഒരു രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഗമാലിയേൽ ശാസ്ത്രി ഒരു വലിയ ഉപകാരമൊന്നുമല്ല ചെയ്തത്. ഹി ഷുഡ് ഹാവ് ബീൻ മോർ clear in his stand. He should have been more firm in his stand. അദ്ദേഹം ന്യായശാസ്ത്രീയ. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇതൊരുമാതിരി ഒരു മിഡിൽ സ്റ്റാൻഡാണ്, ഒരു മിഡിൽ വേ. പൊളിറ്റിക്കലി സോഷ്യലി നോക്കിക്കഴിഞ്ഞാൽ കൺവീൻസിങ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സ്റ്റാൻഡ്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഗമാലിയേൽ ശാസ്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഏറ്റവും പ്രധാന ന്യായശാസ്ത്രീയ, മഹാപുരോഹിതനോടൊപ്പം പവറുള്ള ഒരു ശാസ്ത്രിയാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ പറയേണ്ടത് ശരിക്കും ഒരു ഫേം സ്റ്റാൻഡ്. അതുപോലെയാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ വി ഷുഡ് സ്റ്റാൻഡ് ഫേം ഫോർ ദ ഫെയ്ത്ത്. ആ ഒരു വിശ്വാസം അവിടെ അദ്ദേഹം ഉറപ്പിച്ചു പറയണമായിരുന്നു. ഇവിടെ ഗമാലിയേൽ ശാസ്ത്രി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കാര്യങ്ങളെല്ലാം മറിഞ്ഞേനെ. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. കാരണം ഇവർക്ക് ആർക്കും കർത്താവിനെ വാസ്തവമായിട്ട് മനസ്സിലായില്ല. മഹാപുരോഹിതനും മനസ്സിലായില്ല, ന്യായശാസ്ത്രിമാരുടെ നേതാവിനും മനസ്സിലായില്ല,
പരീശന്മാരിലെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്ന ഗമാലിയേൽ ശാസ്ത്രിക്ക് മനസ്സിലായില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും തന്നെ കർത്താവിനെ അറിഞ്ഞിരുന്നില്ല എന്ന് ഒന്നുകൂടെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇവർക്ക് ആർക്കും തന്നെ കർത്താവിനെ വാസ്തവമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഇവിടെ പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ തുടർമാനമായിട്ട് വായിക്കുമ്പോൾ അതിന്റെ 40-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. അവർ അവനെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു, ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അപ്പോസ്തലന്മാരാ, 12 പേരാ. ദൈവം കർത്താവ് യേശു ക്രിസ്തു കൂടെ കൊണ്ട് നടന്ന്, കർത്താവ് അവരെ തിരഞ്ഞെടുത്ത് കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ച്, തിരുവചനത്തിൽ അവർ അഭ്യസിച്ച്, തിരുവചനം പഠിപ്പിച്ച്, അവരെ പ്രധാന ദൈവിക കമ്മീഷൻ, ഗ്രേറ്റ് കമ്മീഷൻ അവരെ ഏൽപ്പിച്ച്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പകർന്ന് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരാ. അവരെ വിളിച്ച് അടുപ്പിക്കുക. ആരാ അടുപ്പിക്കുന്നേ? മഹാപുരോഹിതൻ. മറ്റാരാ കൂടിയിരിക്കുന്നത്? ന്യായാധിപ സംഘം, ന്യായശാസ്ത്രിമാരിൽ പ്രധാനി, ഇവരെല്ലാവരും ഒക്കെ ഇരിക്കുന്ന ആ സംഘം ഇവരെ 12 അപ്പോസ്തലന്മാരെ വിളിച്ച് അടുപ്പിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? 12 പേരെ നിരത്തി നിർത്തി അടുപ്പിക്കുക. അടുപ്പിച്ചതിന് ശേഷം ശാസിച്ചിട്ട് വിട്ടയക്കുക. ഇതിൽ ആരാ ശരി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിൽ ആരാ ശരി? ആരാ അടിക്കുന്നത്? ആരെയാ അടിക്കുന്നത്? അടി കിട്ടേണ്ടത് ആർക്കായിരുന്നു? ആക്ച്വലി മഹാപുരോഹിതനും ശാസ്ത്രിമാരും ഒക്കെ അടങ്ങുന്ന വലിയൊരു സംഘം ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവിക ഉത്തരവാദിത്വവും ദൈവിക കൽപ്പനയുമായിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ, കർത്താവിന്റെ സഭയെ പരിപോഷിപ്പിക്കുവാനായി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ദൈവദാസന്മാരെ അടിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നത് വേറൊരു വലിയ ഗ്രൂപ്പ്, ഒരു മഹാപുരോഹിത സംഘവും അതുപോലുള്ള ഒരു മത സംവിധാനം. ഈ സംഗതി ഇന്നും ഇതുപോലെ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവദാസന്മാർക്കെതിരെയും ദൈവത്തിനെതിരെ, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവർക്കെതിരെയും സത്യമാർഗവും തിരുവചന സത്യങ്ങളും ദൈവിക പദ്ധതികളും പ്രസംഗിക്കുന്നവർക്കെതിരെ എക്കാലത്തും മനുഷ്യനെതിരായിരിക്കും. അതിന് ഏറ്റവും കൂടുതൽ സാത്താൻ ഉപയോഗിക്കുന്നത് മത പുരോഹിതന്മാരെയും അതുപോലെ തന്നെ ഈ മാർഗത്തിന്റെ മുന്നിൽ നിൽക്കുന്നവരെയുമാണ്. വിശേഷാൽ ക്രിസ്ത്യാനികളെ ആയിരിക്കും. ഈ കാലത്തിൽ സത്യം പറയുന്ന നമ്മളെ പോലെയുള്ള ദൈവവചനത്തിന്റെ മഹത്വം ഒട്ടും കുറയാതെ സത്യവചനത്തെ പ്രസംഗിക്കുന്ന നമുക്കെതിരെ തിരിയുന്നതും ഇതുപോലുള്ള നാമധേയ ക്രിസ്തീയ ഗ്രൂപ്പുകളായിരിക്കും, അവരുടെ നേതാക്കന്മാരായിരിക്കും. ഇവിടെ അപ്പോസ്തലന്മാരെ വിളിപ്പിച്ച് അടുപ്പിച്ചു, ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയക്കുകയാണ്. അടുത്ത വാക്യം, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. എന്താ ഒരു സന്തോഷം നോക്കിയേ. ആ ഒരു കർത്താവിന്റെ നാമനിമിത്തം നമുക്ക് അടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സന്തോഷിക്കുക വേണ്ടി, അതിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ആൾക്കാരെ കൂട്ടുകയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും പദ്ധതി സംഘടിപ്പിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അടി കിട്ടുന്നതിൽ സന്തോഷിക്കണം. കാര്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമനിമിത്തമാണ് നമുക്ക് അടി കിട്ടുന്നത്. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് സന്തോഷത്തോടെ പുറപ്പെട്ടു പോവുക, താങ്ക് യു പറഞ്ഞിട്ട് പോവുക. അതാണ് ഇന്നിപ്പം നമുക്ക് ഈ സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എൻ്റെ നിലപാട്. ഇതായിരിക്കും ഗേറ്റ് മിനിസ്ട്രിയുടെ നിലപാട്. ഇതായിരിക്കും. നമ്മൾ ആരെയും മസിൽ പിടിച്ച് കാണിക്കാനായിട്ട് പോകത്തില്ല. നമുക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷം, ഒരു പ്രശ്നവുമില്ല. കാര്യം സത്യത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്, ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അവർ ദിനംപ്രതി ദൈവാലയത്തിലും വീട് തോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവരിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഈ അടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ഒരു ദിവസം പോലും ദിനംപ്രതി ദൈവാലയത്തിൽ, എവിടെ, പ്രത്യേകിച്ച് ഹാളിലോ വേറെ എവിടെയെങ്കിലും ആലയത്തിലോ വേറെ എവിടെയെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന മുറിയിലോ ഒന്നും അല്ല, ദേവാലയത്തിലാണ്. ഇത് അവരുടെ പദ്ധതിയാണ്. അവിടാണ് അവർ ആരാധിക്കേണ്ടത്. അത് പ്രാർത്ഥനാ മുറിയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടമാണ്. അതുകൊണ്ട് അവർ ദിനം പ്രതി ദൈവാലയത്തിലും വീട് തോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതാണ് അവരുടെ സുവിശേഷം, യേശു തന്നെ ക്രിസ്തു. ഇവർ വേറൊന്നും വിശ്വസിക്കാല്ല. ഇവരുടെ പിതാക്കന്മാർ മുതലേ ഇതാ വിശ്വസിച്ചിരുന്നത്. 1-2 തലമുറയല്ല, അബ്രഹാം പിതാവ് മുതലേ അവർ വിശ്വസിക്കേണ്ടുന്ന സുവിശേഷം ഇതാ, യേശു തന്നെ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. അത് പറഞ്ഞ് മറ്റ് യഹൂദന്മാരുടെ വായ അടപ്പിച്ചു എന്നാ പറയുന്നത്. ഇതാണ് ഇവരുടെ സുവിശേഷം.
എന്നാൽ ഈ സുവിശേഷം അല്ല നമ്മുടെ സുവിശേഷം. യേശു തന്നെ ക്രിസ്തു എന്ന് പറയുന്നതിലല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. യേശു ലോകത്തിൽ വന്നുവെന്നോ, അത് യേശു ക്രിസ്തുവായിരുന്നുവെന്നോ, ഇവിടെ ജനിച്ചെന്നോ, ഇവിടെ മരിച്ചെന്നോ, ഇവിടുന്ന് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെന്നോ, ഉയർത്തെഴുന്നേറ്റ് പോയെന്നോ ഒന്നും പറയുന്നതിലല്ല നമ്മുടെ രക്ഷ. അതാണ് നമ്മുടേതും യഹൂദന്മാരുടെയും തമ്മിലുള്ള രക്ഷാ പദ്ധതിയിലെ വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ പ്രവൃത്തിയിലെ വിശ്വാസത്തിൽ നാം രക്ഷിക്കപ്പെടുക. നമ്മുടെ പാപം ആ കാൽവറിയിലെ പരമയാഗത്താൽ പരിഹരിക്കപ്പെട്ടു. അത് പാപപരിഹാര യാഗമായി തീർന്നു. ആ പാപപരിഹാര യാഗത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. നാം ഇനി പാപിയല്ല. നമ്മുടെ പാപം അതിനാൽ പരിഹരിക്കപ്പെട്ടിരിക്കുക. അതാണ് നമ്മുടെ രക്ഷാപദ്ധതി. യേശു തന്നെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുന്നതല്ല നമ്മുടെ രക്ഷാപദ്ധതി. ഇതായിരുന്നു 5-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം. അത്രയും കാര്യങ്ങൾ ഒന്ന് റീക്യാപ്പ് ചെയ്ത് 6-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ കയറുകയാണ്. 6-ാമത്തെ അധ്യായം ഇതുപോലെ തന്നെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന 10-15 വാക്യങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ അധ്യായമാണ്. അത് പെട്ടെന്ന് നമുക്ക് ചിന്തിച്ച് തീർക്കുവാനായിട്ട് കഴിയും. 6-ാമത്തെ അധ്യായം, അതിന്റെ ചില വാക്യങ്ങൾ ഞാൻ പ്രാരംഭത്തിലൊന്ന് വായിച്ച് നിങ്ങളെ അതിലൊന്ന് കൊണ്ടുവന്നതിന് ശേഷം തുടർമാനമായിട്ട് ഞാൻ ആ കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖറോസ്, നിഖനോർ, തിമോൻ, പർമനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കലാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. ഇതെന്തുവാ സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ അത്യന്തം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ബാരൻ ഫിഗ് ട്രീയുടെ ഉപമ കർത്താവ് പറഞ്ഞത്. 1 വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ അതിന്റെ ചുവട് കിളച്ച് വളമിട്ട് വെള്ളം കോരി ഫലം കായ്ക്കുന്നുവെന്ന് നോക്കാം. ശക്തമായിട്ട് പരിശുദ്ധ ആത്മാവിനെ പകർന്ന് ദൈവം അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. അവരോട് ദൈവം മനസ്സലിവ് തോന്നി. പിതാവിനെ അനുസരിച്ചുള്ള യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടിക്കളഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവറിയിൽ ക്രൂശിച്ചു. അതിനുശേഷവും പരിശുദ്ധ ആത്മാവിനെ തക്ക സമയത്ത് പെന്തക്കോസ്ത് നാളിൽ അയച്ച് അവരെ ശക്തിപ്പെടുത്തി. അവരുടെ ഇടയിൽ അനേകരെ അവർ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധ ആത്മാവിനെ അയച്ച് വാഗ്ദത്ത പ്രകാരം ദൈവിക അനുഗ്രഹം, ദൈവിക നന്മ അവരുടെ മേൽ പകരുക. ആ ഫലം കൊടുക്കാത്ത അത്തിവൃക്ഷം ഫലം കായ്ക്കാൻ തുടങ്ങിയതുപോലെ തന്നെ അതിന്റെ ചുവട്ടിൽ വളമിട്ടു, അതിന് വെള്ളം കോരി, അത് ഫലം കായ്ക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. യെരുശലേമേ, യെരുശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ പാർപ്പിക്കുന്നത് പോലെ നിങ്ങളെ എന്റെ ചിറകിന്റെ കീഴിൽ പാർപ്പിക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അവർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിച്ചു. 1 വർഷം കൂടെ നിൽക്കട്ടെ, ആ അത്തിമരം വെട്ടിക്കളയല്ല, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ ഇതിന്റെ ചുവട്ടിൽ വളമിട്ട് വെള്ളമൊഴിക്കാം. ആ കാലഘട്ടമായത്. പരിശുദ്ധ ആത്മാവിനെ പകർന്ന ദൈവം ശക്തമായി അവരുടെ ഇടയിൽ ഇടപെടുകയാണ്. അവര് ശരിക്കും ദേ സ്റ്റാർട്ടഡ് ഗ്രൂമിങ്. അവര് ശരിക്കും വളരുവാനായിട്ട് തുടങ്ങി. 120 പേരാൽ ആരംഭിച്ചത് 3000 പേര് അന്ന് തന്നെയായി. പിറ്റേ ദിവസവും 5000 പേര്. അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ അനേക ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. യെരുശലേമിൽ മാത്രമുള്ളവരല്ല, ഈ യഹൂദിയ ദേശത്ത് മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അങ്ങ് ഇറ്റലി, റോം മുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അന്ന് അവർക്ക് അറിയാവുന്നതിലെ അങ്ങേയറ്റത്തെ സ്ഥലം എന്ന് പറയുന്നത് റോമായിരുന്നു. അവിടെ മുതലേ ജനം വന്നുകൊണ്ടിരിക്കുക. അനേകര് ഇതിൽ വിശ്വസിക്കുകയും ഇതിലേക്ക് വന്നുകൊണ്ടേയും ഇരിക്കുകയാണ്. ഈ വന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും യഹൂദന്മാരാണ്, ഇസ്രായേലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യെരുശലേമിലുള്ളവരും യഹൂദ വിശ്വാസികളും യഹൂദ മതാനുസാരികളും യഹൂദന്മാരുമാണ്. 1-ാമത്തെ വാക്യം കണ്ടില്ലേ, അവിടെ പറയുകയാണ്, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. ഇവിടെ ഒരു പിറുപിറുപ്പ് നമുക്ക് കാണാം. ഈ പിറുപിറുപ്പിന്റെ കാരണം ഇത് മരുഭൂമിയിലെ പുറപ്പാട് പുസ്തകത്തിലെ സഭയിലുണ്ടായ പിറുപിറുപ്പ് മാതിരിയുള്ള പിറുപിറുപ്പല്ല. ഇത് ചർച്ച ശരിയല്ല,
ഇവിടുത്തെ പാസ്റ്റർ ശരിയല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ശുശ്രൂഷകളൊന്നും ശരിയല്ല എന്ന് പറയുന്ന പിറുപിറുപ്പല്ല. ഇത് വിഷയം വേറെ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഗ്രൂപ്പുകൾ ഇവിടെ എത്തിയിരിക്കുക. ഒന്ന് യെരുശലേമിലെ യഹൂദന്മാര്, അവർ എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരാ. യെരുശലേമിലെ എന്നല്ല, ഇസ്രായേൽ മുഴുവനും ഉള്ള യഹൂദന്മാർ, അവർ എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരാ. ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന വേറൊരു ഗ്രൂപ്പ് യഹൂദന്മാർ ഇവിടെ എത്തിയിരിക്കുക. അവർ നമുക്ക് 15 അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 15-ാം വാക്യം വായിച്ചപ്പോൾ, 2-ാം അധ്യായം വായിച്ചപ്പോൾ തന്നെ 15-ാമത്തെ വാക്യമോ 11-ാമത്തെ വാക്യമോ വായിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടത് ഏകദേശം 15 രാജ്യത്തിൽ നിന്ന് ആൾക്കാർ എത്തിയിരിക്കുക നമ്മൾ കണ്ടതാ. പെന്തക്കോസ്റ്റ് പെരുന്നാൾ ആചരിക്കാനായിട്ട് എത്തിയിരിക്കുക. ആരാത്? മുഴുവനും യഹൂദന്മാരാ. എന്തിനാ വന്നിരിക്കുന്നത്? പെന്തക്കോസ്റ്റ് പെരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് അവർ യെരുശലേമിൽ വരണമെന്നുള്ളത് മോശയിക കൽപ്പനയാണ്. അങ്ങനെ യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമായി അവര് എത്തിയിരിക്കുക. അന്നാണ് ഈ ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുന്നത്. അവരാരും ഒത്തിരി പേര് പിന്നെ മടങ്ങിപ്പോയിട്ടില്ല. അവർക്കറിയാം ഈ ദിവസങ്ങൾ തന്നെ കർത്താവ് മടങ്ങി വരുന്നത് പോലെയാണ്. അതുപോലെ ദൈവിക ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തിരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിരിക്കുക. അനേകര് പിന്നെയും ഈ വിവരം അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. ഇവരെല്ലാവരും ആയിരിക്കുന്നത് എബ്രായ ഭാഷ സംസാരിക്കുന്ന രാജ്യത്തല്ല, ലോകം മുഴുവനും ചിതറിക്കിടക്കുക. നിങ്ങളുടെ ആ മെമ്മറി ഒന്നുകൂടെ ഉണർത്താനായിട്ട് ഞാനൊരു ചെറിയ മാപ്പ് ഒന്ന് കാണിക്കാം. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന മാപ്പ് തന്നെയാണ്, നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട്. ഈ മാപ്പ് നമുക്കറിയാം. ഇത് കണ്ടില്ലേ, യെരുശലേം എന്ന് പറയുന്നത് ഈ ഭാഗത്ത്, ഇതാണ് യെരുശലേം. ജെറുസലേം എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ചെറിയ രാജ്യമാണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണ് ജെറുസലേം എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളവരാണ് എബ്രായ ഭാഷ സംസാരിക്കുന്നത്. അതിനുശേഷം സിറിയയിലോട്ട് കയറി കഴിഞ്ഞാൽ എബ്രായ ഭാഷയല്ല അവർ സംസാരിക്കുന്നത്. ഇത് കപ്പദോക്യ, കിലിക്കിയ, ഗലാത്തിയ, ബിദുന്യ, പൊന്തോസ്, ആസിയ, കണ്ടില്ലേ, ഫ്രിങ്കിയ, ലൈസിയ, ഇത് ടർക്കിയ. ഇത് കഴിഞ്ഞ് ഇതുവഴി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ബൈസന്റീൻ രാജ്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മാസിഡോണിയ, ഇത് അഖായ, ഇത് ഗ്രീസാ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കയറി കഴിഞ്ഞാൽ ഇറ്റലി, ഇത് റോം. ഇതിന്റെ ഒരു ചെറിയ ഭാഗമേ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ. സിസിലി എന്നും ഇറ്റലി എന്നൊക്കെ പറയുന്നത് റോമിന്റെ ഭാഗമാണ്. ഇതെല്ലാം റോമിന്റെ ആധിപത്യത്തിലായിരിക്കുക. ഈ കാലത്തിൽ റോമിന്റെ ആധിപത്യത്തിലായിരിക്കുക. അതുപോലെ തന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജുഡിയ, ഇത് ഈജിപ്റ്റാണ്. ഈജിപ്റ്റ് ഇത് കുറേന എന്ന് പറയുന്നത് ലിബിയയാണ്. ലിബിയയ്ക്കാണ് ഈ കുറേന എന്ന് പറയുന്നത്. ഇവിടെ എത്യോപ്യ, ഇത് ക്രീറ്റ്, ഇത് സൈപ്രസ്, കുപ്രോസ് എന്ന് പറയുന്നത് ഇതാണ് സൈപ്രസ്. ഇവിടെ മുഴുവനും ഈ ദേശം മുഴുവനും ഗ്രീക്ക് ഹെലനിസ്റ്റിക് ആധിപത്യത്തിലായിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരാ. അലക്സാണ്ടർ ചക്രവർത്തിയുടെ അധീനതയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ അത് മുഴുവൻ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അദ്ദേഹം ഭരിച്ചിരുന്ന രാജ്യങ്ങളായതുകൊണ്ട് അവിടെ എല്ലാം ഹെലനിസ്റ്റിക് കൾച്ചറാണ് ഉള്ളത്, ഗ്രീക്ക് കൾച്ചറാണ്. അവരെല്ലാവരും സംസാരിക്കുന്ന ഗ്രീക്ക് ഭാഷയാണ് അവർ കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത്. എന്നാൽ അപ്പോൾ തന്നെ റോമൻ കൾച്ചറിലാണ് ഇപ്പം ആയിരിക്കുന്നത്. കാര്യം റോമിന്റെ അധീനതയിലായിരിക്കുന്നു. എന്നാൽ അവിടുത്തെ ഭാഷ ഗ്രീക്കും അവിടുത്തെ കൾച്ചർ യവനായ ഭാഷയാണ്. യവനായാണ് ഗ്രീക്ക് എന്ന് പറയുന്നത്. യവന ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയാണ്. അവിടെ എല്ലാവരും യഹൂദന്മാരുണ്ട്. അവിടെ എല്ലാവരും ഈ യെരുശലേമിൽ ഉള്ളതിന്റെ ഒരു 3 ഇരട്ടി ഇവിടെ ഉണ്ട്, ഈ രാജ്യങ്ങളിലുണ്ട്. അവരെല്ലാവരും അവിടെ എത്തിയിരിക്കുക. ഇതാണ് ഇവിടെ രണ്ട് കൂട്ടം യഹൂദന്മാർ എത്തിയിരിക്കുകയാണ്. ഒന്ന് യവനായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരും മറ്റൊന്ന് എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരും. 2 ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കണം. യവനായ ഭാഷ സംസാരിക്കുന്ന ഗ്രൂപ്പും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വലിയ ശക്തിയാണ്. ഒത്തിരി പേര് വന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ എത്തിയിരിക്കുക. അവരെല്ലാവരും വരാറുണ്ട്. പക്ഷെ അവർ സംസാരിക്കുന്നത് കൂടുതലും ഗ്രീക്ക് ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പൊ തന്നെ അവരവരുടേതായിട്ടുള്ള ഭാഷയുണ്ട്. ടർക്കിയിൽ അവരുടേതായിട്ടുള്ള ഭാഷയുണ്ട്. എന്നാൽ ഇറ്റലിയിൽ റോം ഭാഷയുണ്ട്. അപ്പൊ തന്നെ അവരെ പൊതുവെ അറിയപ്പെടുന്നത് ഗ്രേഷ്യൻസ് എന്ന ഗ്രീക്ക് സംസാരിക്കുന്ന യവനായ ഭാഷ സംസാരിക്കുന്നവർ എന്നാണ്. ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടുത്തെ പ്രശ്നം, ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവനായ ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ സംസാരിക്കുവാനായിട്ടിടയായി, പിറുപിറുക്കുവാനായിട്ടിടയായി. ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേശമേലെ ശുശ്രൂഷ. അത് അവിടെ ഒരു പക്ഷഭേദമുണ്ടായി. ഗ്രീക്ക് ജ്യൂസും ഹീബ്രു ജ്യൂസും തമ്മിലുള്ള അവരുടെ മേശമേലെ മിനിസ്ട്രേഷനിൽ ഒരു പക്ഷഭേദം. അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് വിധവമാർക്ക്, അവർക്ക് ഈ തെള്ളിനിടയിൽ ഇവിടെ വന്ന് അവർക്ക് ഡെയിലിയുള്ള ആഹാരങ്ങൾ മേടിക്കാനും
അവർക്കുള്ള കിറ്റ് കളക്ട് ചെയ്യാനും ഒന്നുമുള്ള സാഹചര്യം കിട്ടുന്നില്ല. അവരെ ഉപേക്ഷയായി വിചാരിച്ചിരിക്കുന്നത് കാരണം അവർക്ക് ഒത്തിരി പ്രയാസമുണ്ടാകുന്നു. അതുകൊണ്ട് അവിടുന്ന് വന്നിരിക്കുന്ന യഹൂദന്മാര് ഇവിടെയുള്ള യഹൂദന്മാരുമായിട്ട് ഒരു ചെറിയ സ്വരച്ചേർച്ച അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായി. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു. എന്താണ് ഈ ദിനംപ്രതിയുള്ള ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത്? ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവര് ഈ ആഴ്ചയിൽ കർത്താവ് വരും, അല്ലെങ്കിൽ അടുത്ത മാസം കർത്താവ് വരും എന്നുള്ള രീതിയിൽ അവർ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നവർ. അവരുടെ കണ്ണിന് മുമ്പിൽ ദൈവം എടുക്കപ്പെട്ടിരിക്കുക. അവരോട് കൂടെ 3.5 വർഷം താമസിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 ദിവസം അവരുടെ കൂടെ നിന്നിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് പോയിട്ട് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ അയച്ചിരിക്കുക. അവർ കർത്താവിനെ തൊട്ട് കണ്ട് കൂടെ നിന്ന് മഹിമ കണ്ട സാക്ഷികളാണ്. അവരോട് ഇനി വേറെ ആരും പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അവരതുപോലെ ഒരുങ്ങിയിരിക്കുക. അവർക്കുള്ളതെല്ലാം വിറ്റ് കളഞ്ഞിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചിരിക്കുക. വീടും മറ്റുള്ള സംഗതികളെല്ലാം അവർ പൊതുവകയെന്ന് എണ്ണിയിരിക്കുക. ഇങ്ങനെ ഈ വന്നവരെല്ലാം താമസിക്കുന്നത് ഇവരുടെ എല്ലാം വീടുകളിലും അതുപോലെ പൊതുവകയെന്ന് എണ്ണിയിരിക്കുക. അവരുടെ സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം വിറ്റു പിറക്കിക്കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിരിക്കുക. ഈ അപ്പോസ്തലന്മാരാണ് ഇത് വീതിച്ച് ഇവർക്ക് കൊടുക്കുന്നത്. ഡെയിലിയുള്ള ആഹാരം അവരാ കൊടുക്കുന്നത്. ഡെയിലിയുള്ള കാര്യങ്ങൾ അന്നന്നത്തേക്കുള്ളത് അപ്പോസ്തലന്മാരാ അവർക്ക് കൊടുക്കുന്നത്. നമുക്ക് വാക്യത്തില് അതെല്ലാം ഉണ്ട്. ഞാൻ ഒത്തിരി എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിന്റെ ഒത്തിരി ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോസ്തലന്മാരാണ് അത് എടുത്തു കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് 2-ാമത്തെ അധ്യായത്തിൽ കണ്ടു കഴിഞ്ഞാൽ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മളത് വായിച്ചതാണ്. എന്നാൽ അപ്പോസ്തലന്മാർ അത് ചെയ്യുന്നതിൽ പൂർണ്ണമായിട്ട് അവർക്ക് എല്ലാവരെയും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. 1-2 പേരല്ല, ഒരു 2000 പേരുടെ ഒരു കൺവെൻഷൻ നടത്തിയാൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇത് 10,000 പേര്, 20,000 പേരൊക്കെ ഓരോ ബാച്ചിൽ അങ്ങനെ നിൽക്കുക. അതുപോലെ ആൾക്കാർ വന്നിരിക്കുക. അതിനെ ഡെയിലി മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അതിനിടയിലുണ്ടായ ഒരു ക്രൈസിസ് ആണെന്നുള്ളത് അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവര് ഇവിടെ പറയുകയാണ്, അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു, 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് സ്വർഗരാജ്യം പ്രസംഗിക്കാനാ. ഇതിന്റെ അപ്പുറത്ത് മഹത്വമേറിയ വേറൊരു ശുശ്രൂഷയില്ല. അതിനുവേണ്ടി കർത്താവ് ഹാൻഡ് പിക്ക് ചെയ്ത് ഞങ്ങളെ ഉപയോഗിക്കുക. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ഞങ്ങളെ അത് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾ ഇത് വിട്ടേച്ച് നിങ്ങൾക്ക് ആഹാരം വിളമ്പാനും അരി മേടിക്കാനും ഒന്നും പോകാനുള്ള ഞങ്ങൾക്കത് പറ്റത്തില്ല. അത് യോഗ്യമല്ല. ഞങ്ങളല്ല അത് ചെയ്യേണ്ടത്. ഞങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് രണ്ടും കൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അവരെ ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. നല്ല സാക്ഷ്യമുള്ള 7 പേര്. എങ്ങനെയുള്ളവരായിരിക്കണം? പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായിരിക്കണം. ഒന്നാമത് ശുശ്രൂഷയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതൊക്കെ കിറ്റ് വിളമ്പാനൊക്കെ നിൽക്കുന്നത് നമ്മൾ കാണുമ്പം വളരെ സിമ്പിൾ ഡ്യൂട്ടിയാന്ന് വിചാരിക്കും. പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടായിരിക്കണം ഒന്നാമത്തെ കാര്യം അവരുടെ ശുശ്രൂഷയിൽ. നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോഴേ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷേകം ചെയ്യപ്പെടുകയാണ്, മുദ്രയിടപ്പെടുകയാണ്. എന്നാൽ ഇവരോട് പറയാ, ആത്മാവുള്ളവനായിരിക്കണം, ജ്ഞാനമുള്ളവനായിരിക്കണം, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പരിജ്ഞാനമുള്ള ആൾക്കാരായിരിക്കണം. എല്ലാവരെയും ഇതിനെ കയറ്റി നിർത്തല്ല. അതിനെ ചെയ്യാൻ കഴിവുള്ളവരെ മാത്രമേ അതിന് ഉപയോഗിക്കാവൂ. കൂടാതെ നല്ല സാക്ഷ്യമുള്ള ആളായിരിക്കണം. അതായത് കുറച്ച് അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോകുന്ന ആളോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കാർക്കും സ്വന്തക്കാർക്കും ഒക്കെ കണ്ണ് കാണിച്ചു മാറ്റി നിർത്തി കൊടുത്തു വിടുന്ന ടൈപ്പ് ആൾക്കാരോ ഒന്നും ആയിരിക്കാൻ പാടില്ല. നല്ല സാക്ഷ്യമുള്ള ആൾക്കാരായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള 7 പേരെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറയാ. 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞുകൊള്ളുകയും അവരെ ഈ വേലയ്ക്ക് ആക്കാം എന്ന് അവർ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഊറ്റിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇതിന്റെ പുറകെ കൂടാൻ പറ്റത്തില്ല, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അതല്ല, അതുകൊണ്ട് നിങ്ങൾ അതിൽ ഉത്സാഹിക്കാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയും അവർ വചന ശുശ്രൂഷയിൽ ആയിരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. അവർക്കത് ഇഷ്ടപ്പെട്ടു. നല്ല അഭിപ്രായമാണ്. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസിനെ, ഫിലിപ്പോസിനെ, അങ്ങനെ 7 പേരെ തിരഞ്ഞെടുക്കുക. ഇവർ 6 പേരും ഗ്രേഷ്യൻ ജ്യൂസ് ആണ്. അതായത് ഈ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന, ഗ്രീക്ക് രാജ്യങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന, ഗ്രേക്കൻ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരാണ്. അതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ജാതിയൻ, യഹൂദ മതാനുസാരി ആയിരുന്ന ജാതിയൻ,
യഹൂദനായി മാറി. അതാണ് അവസാനത്തെ ആള്. യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കലാവോസ് എന്നവരെയും തെരഞ്ഞെടുത്തു. ഇങ്ങനത്തെ 7 പേരെ അവർ നിർത്തി. അവരെ 7 പേരെയും തിരഞ്ഞെടുക്കുകയാണ്. ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇവരെല്ലാവരും പെന്തക്കോസ്ത് നാളിൽ വന്നവര് പിന്നെ ഇവിടം വിട്ട് പോയിട്ടില്ല. കാര്യം കർത്താവ് വരാൻ പോകുന്നത് ഒലിവ് മലയിലേക്കാണ്. കർത്താവിന്റെ പാദം ചവിട്ടാൻ പോകുന്നത് അവിടെ. ഇവർ ആർക്കും അത് മിസ് ചെയ്യണമെന്ന് താല്പര്യമില്ല. വീട്ടിൽ പോയി തിരിച്ചെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ കർത്താവ് വരുന്നെന്നുണ്ടെങ്കിൽ, അപ്പൊ അത് കാരണം ഇവരാരും എങ്ങോട്ടും പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ബർന്നബാസ് ഒക്കെ കണ്ടല്ലോ, സൈപ്രസിൽ കുപ്രോസിൽ ഉണ്ടായിരുന്ന വസ്തു വിറ്റിട്ട് ബർന്നബാസ് ഇവിടെ കൊണ്ട് ഇവരുടെ കാൽക്കൽ വെച്ചിരിക്കുക. അതുപോലെ ഇവിടുന്ന് ആരും പോയിട്ടില്ല. യെരുശലേമിലും ഇസ്രായേലിലുമായിട്ട് അവർ കൂടിയിരിക്കുക. ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഗ്രീക്ക് വിഡോസ് വെർ നെഗ്ലക്റ്റഡ് ഫ്രം ഡെയിലി മിനിസ്ട്രേഷൻസ്. ദിനം പ്രതിയുള്ള അവരുടെ ശുശ്രൂഷയിൽ നിന്ന് യവനായ സ്ത്രീകൾ, പ്രത്യേകിച്ച് വിധവമാരെ അവഗണിച്ചിരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ടുന്ന പരിഗണന ലഭിച്ചില്ല എന്ന ഒരു ആരോപണം അവരുടെ നേരെ ഉണ്ടായിരിക്കുന്നത്. തുടക്കത്തിൽ ഇത് ചെയ്തിരുന്നത് അപ്പോസ്തലന്മാർ തന്നെ ആയിരുന്നാലും അത് പിന്നീട് ഇവർക്ക് കൈമാറുവാനായിട്ടിടയായി. ആദ്യകാലത്ത് ആർക്കും മുട്ടുണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ ഇപ്പോൾ അനേക ജനങ്ങളായതിനു ശേഷം അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഡെയിലി ഫുഡ്, ഡെയിലി കിറ്റ്, ഇതൊക്കെ അന്നത്തേക്കുള്ളത് അവരെ കൈകാര്യം ചെയ്യുവാനായിട്ട് അവരെ ഏൽപ്പിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഈ ക്രൈസിസ് മനസ്സിലായിട്ട് അവരത് ചെയ്യുകയാണ്. അതിന്റെ 2-ാമത്തെ വാക്യം, 6-ാം അധ്യായം 2-ാമത്തെ വാക്യം അത് നമ്മൾ വായിക്കുവാനായിട്ടിടയായി. മേശമേൽ ശുശ്രൂഷിക്കാനായിട്ട് ഇവരെ 7 പേരെ കൽപ്പിച്ചാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ മേശമേലെ ശുശ്രൂഷ എന്ന് പറയുന്നത്, ഇതാണ് ഡീക്കന്മാരുടെ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഡീക്കൻ സെലക്ഷൻ, ഇങ്ങനെയാണ് ഡീക്കന്മാരെ സെലക്ട് ചെയ്യുന്നത്. അതായത് ജനറൽ ബോഡി പ്രപ്പോസ് ചെയ്യും, അവരെ അപ്പോസ്തലന്മാർ അപ്രൂവ് ചെയ്യും. അങ്ങനെ 7 പേരെ ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. ഇതാണ് ഡീക്കൻ അപ്പോയിന്റ്മെന്റ്, നിയമനം എന്ന് പറയുന്നത്. ഈ ഒരു മാതൃകയാണ് അതിനുവേണ്ടി പിൻപറ്റുന്നത്. ഇങ്ങനെ 7 പേരെ ഈ വേലയ്ക്ക് വേണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്ത് ശുശ്രൂഷ ചെയ്യണം എന്നുള്ള അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരത് ശിരസാ വഹിക്കുകയും അതിന് ദൈവനാമത്തിന് വേണ്ടി അധ്വാനിക്കാൻ അവരെ തന്നെ സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ശക്തമായിട്ട് ദൈവ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുവാനായിട്ടിടയായി. അവരിൽ തന്നെ 1-ാമതും 2-ാമതും പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കണ്ടോ? സ്തേഫാനോസിനെയും ഫിലിപ്പോസിനെയും അടുത്ത 2 ചാപ്റ്ററുകളിൽ, അതായത് 7-ാമത്തെ അധ്യായത്തിലും 8-ാമത്തെ അധ്യായത്തിലും ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന 2 പേരാണ് ഇവർ 2 പേരും. അപ്പോസ്തലന്മാരെക്കാട്ടിലും ശക്തമായിട്ട് ഇവരെ ദൈവം അവിടെ ഉപയോഗിക്കുക. കാര്യം ഇവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തി പകർന്നിരിക്കുക. ഡീക്കന്മാരായിട്ടാണ് ഇവരെ എടുത്തിരിക്കുന്നതെങ്കിലും അപ്പോസ്തലന്മാരുടെ മേൽ പകർന്നിരിക്കുന്നത് പോലെ അവരെ കൊണ്ട് ചെയ്യുന്നത് മാതിരി, അവരാൽ നടത്തപ്പെടുന്ന ശുശ്രൂഷ പോലെ തന്നെ വലിയ ശുശ്രൂഷ ദൈവം ഇവരിൽ കൂടെ ചെയ്തെടുക്കുകയാണ്. സ്തേഫാനോസ് ഒക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അടുത്ത അധ്യായത്തിലോട്ടൊക്കെ കയറുമ്പോൾ നമുക്ക് കാണാം, ഭയങ്കര ശക്തമായിട്ട് മഹാപുരോഹിതന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ലെവലിൽ ദൈവം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഉപയോഗിക്കുക. അതിനുശേഷം ഫിലിപ്പോസിനെയൊക്കെ ശമരിയയിൽ ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കുക. ഷണ്ണനെ സ്നാനപ്പെടുത്തുന്നത് ഈ ഫിലിപ്പോസ് ആണ്. അവരെയൊക്കെ ഈ കാര്യങ്ങളിൽ ഏൽപ്പിച്ചെങ്കിലും പരിശുദ്ധാത്മാവിന്റെ നിറവിലായി കഴിഞ്ഞപ്പോഴത്തേന് ദൈവം ശക്തമായിട്ട് അവരെ എല്ലാ ശുശ്രൂഷകളിലും ഉപയോഗിക്കുകയാണ്. ഇതാണ് ഡീക്കൻ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ ഡീക്കനോ ഇങ്ങനെയുള്ള ശുശ്രൂഷകളോ ഒന്നും ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വിവരണം തന്നതാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു എന്നുള്ളത്. ഇതിലെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറയുന്ന ശുശ്രൂഷ ഇന്നില്ല. ആ ശുശ്രൂഷ നിറവേറി കഴിഞ്ഞു, അത് നിവൃത്തിയായി കഴിഞ്ഞു, അതിന്റെ കാലഘട്ടം കഴിഞ്ഞു. അത് ഇന്ന് ആ ഒരു ശുശ്രൂഷ ആവശ്യമില്ല. അതുകൊണ്ട് ഇന്ന് ക്രിസ്തീയ മാർഗത്തിൽ ദൈവവചനപ്രകാരം ഇന്ന് ആ ശുശ്രൂഷ നിലവിലില്ല. അപ്പോസ്തലനുമില്ല, പ്രവാചകനുമില്ല. എന്നാൽ ഇന്നുള്ള ശുശ്രൂഷ സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ് എന്ന് പറയുന്ന 3 ശുശ്രൂഷകളാണ്. ഇതാണ് ദൈവസഭയിൽ ദൈവവചനപ്രകാരം ഉള്ള ഇന്നത്തെ 3 ശുശ്രൂഷകൾ. നമ്മൾ ക്രിസ്തീയ മാർഗത്തിൽ കാണുന്ന ഒത്തിരി ശുശ്രൂഷകളുണ്ട്. പോപ്പെന്നും പാത്രിയാർക്കീസ് എന്നും കർദിനാളെന്നും മെത്രാപ്പോലിത്ത, മെത്രാൻ, പട്ടക്കാരൻ, മേൽപ്പട്ടക്കാരൻ, കീഴ്പ്പട്ടക്കാരൻ, ഒത്തിരി പൊസിഷനുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതെല്ലാം ക്രിസ്തീയ മാർഗത്തിൽ
പാഗൻ ഉപദേശങ്ങളിൽ നിന്നും റോമൻ പാഗൻ ഉപദേശങ്ങളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള ഓരോ പൊസിഷനുകളാണ്. അരമനയും ഭദ്രാസനവും സിംഹാസനവും ഇതൊന്നും ക്രിസ്തീയ മാർഗത്തിന്റെ ഭാഗമല്ല. ഇതെല്ലാം ദൈവവചന പ്രകാരമുള്ളതല്ല. അപ്പോസ്തലന്, പ്രവാചകന്, ഓരോരോ സഭകളിലൊക്കെ അപ്പോസ്തലന്മാരെന്ന് വിസിറ്റിംഗ് കാർഡൊക്കെ അടിച്ച് അപ്പോസ്തലന്മാർ എന്നുള്ള പേരിൽ ഒത്തിരി പേര് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. പ്രവാചകന്മാരെ പിന്നെ പറയണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ആ ഏരിയയിലോട്ടൊന്നും കടക്കുന്നില്ല. ഈ ശുശ്രൂഷകൾ ഒന്നും തന്നെ ഇന്ന് ആക്ച്വലി ദൈവസഭയിലില്ല. ഇന്ന് ദൈവസഭയിൽ ദൈവവചന പ്രകാരമുള്ള ശുശ്രൂഷ സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. എന്താണ് സുവിശേഷകന്റെ ജോലിയെന്ന് നമുക്കറിയാം. നെടുനീളത്തിൽ നിന്ന് സുവിശേഷം പറയുക, കർത്താവിന്റെ ക്രൂശ് പ്രസംഗിക്കുക, ക്രൂശിലൂടെയുള്ള രക്ഷ പ്രസംഗിക്കുക. ആ പ്രസംഗത്താൽ ആ വചനം കേൾക്കുന്നവരുടെ ഉള്ളിൽ ആത്മാവ് പ്രവർത്തിച്ചിട്ട് ആത്മാവിനാൽ വീണ്ടും ജനിക്കുന്ന ജനം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരികയും അവരുടെ കൂട്ടായ്മ അത് ലീഡ് ചെയ്യുന്ന ശുശ്രൂഷയാണ് ഇടയന്റെ ശുശ്രൂഷ, പരിപാലന ശുശ്രൂഷ. അങ്ങനെ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന സംശയങ്ങളും തർക്കങ്ങളും ഒക്കെ പരിഹരിക്കുവാനായിട്ട് ദൈവമാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഉപദേഷ്ടാവ്. ഈ 3 ശുശ്രൂഷകളാണ് ഇന്ന് ക്രിസ്തീയ സഭകളിൽ ഉള്ളത്. എന്നാൽ നമുക്ക് കാണാം സ്തേഫാനോസും ഫിലിപ്പോസും ആത്മാവിൽ നിറഞ്ഞ് പന്തിരുവരെ പോലെ വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാര്യം അവരുടെ ആരുടെയും ക്വാളിഫിക്കേഷനോ അവർ എവിടുന്ന് വന്നു എന്നുള്ളതോ ഒന്നും അല്ല വിഷയം. അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എല്ലാവരുടെയും 12 ഉള്ളിൽ പ്രവർത്തിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് സ്തേഫാനോസിന്റെ ഉള്ളിലും ഫിലിപ്പോസിന്റെ ഉള്ളിലും എല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവരിൽ കൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുകയാണ്. അടുത്ത വാക്യങ്ങൾ: അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ഇങ്ങനെയാണ് അവരെ നിയമിച്ചത്. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഒത്തിരി പേർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഒത്തിരി പേര് ഇതിലേക്ക് വന്നു. ഇതുപോലെ ഒരു വലിയ ചേഞ്ച് നമ്മൾ ഈ പറയുന്ന സുവിശേഷത്തിൽ ഉണ്ടാകും. അനേകർ തിരിച്ചു വരും. ഒത്തിരി പാസ്റ്റേഴ്സ് വിട്ടുപോരും. ഒത്തിരി എൽഡേഴ്സ് ഇതിൽ വരും. ഒത്തിരി പുരോഹിതന്മാർക്ക് ഈ സത്യം മനസ്സിലാകും. നിത്യജീവൻ അവകാശിയായി തീരണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം വിട്ടുപോരും. അല്ല, ഈ ലോകത്തിലെ പ്രസ്ഥാനവും പേരും പെരുമയുമാണ് വലുത് എന്ന് ചിന്തിക്കുന്നവർ അവിടെയൊക്കെ തന്നെ നിൽക്കും. സ്വർഗരാജ്യത്തിൽ പോകണം, ദൈവരാജ്യത്തിൽ അവകാശികളായി തീരണമെന്ന് ആഗ്രഹവും ദൈവഭയമുള്ളവരൊക്കെ വിട്ടുപോരും. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഈ ഒരു ചേഞ്ച് നമ്മൾ ഈ പറയുന്ന സുവിശേഷത്തിൽ കർത്താവിന്റെ കാൽവറി ക്രൂശിലോട്ടുള്ള രക്ഷാമാർഗത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ വാസ്തവമായിട്ട് വിശ്വസിക്കുന്നു. 2024 ഒരു വലിയ ഒഴുക്ക് ആ വിഷയത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വാസ്തവമായിട്ട് വിശ്വസിക്കുന്നവരുടെ ഒരു വലിയ കൂട്ടം ഇതിനുവേണ്ടി വേർതിരിക്കപ്പെടും. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. സ്തേഫാനോസിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുക. ഏൽപ്പിച്ചിരുന്ന ശുശ്രൂഷ മേശമേൽ ശുശ്രൂഷിക്കുക. ഈ മേശമേലെ ശുശ്രൂഷ എന്താണെന്ന് പോലും നമ്മുടെ ആൾക്കാർക്ക് ഒത്തിരി പേർക്ക് അറിയത്തില്ല. മേശമേലെ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവത്താഴത്തിന് അപ്പവും വീഞ്ഞും വിളമ്പുക എന്നുള്ളതാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 7 പേരെ ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ പ്രസംഗിച്ചു വരെ ഞാൻ കേട്ടിട്ടുണ്ട്. മേശമേലെ ശുശ്രൂഷ അതല്ല. ഇവർക്ക് സകലതും അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിരിക്കുക. അവർക്ക് ആഹാരം വേണം, അവർക്ക് ഡെയിലി ആവശ്യങ്ങൾ വേണം. ആ കാര്യങ്ങൾ വിതരണം ചെയ്യുന്ന ശുശ്രൂഷ മേശമേലെ ശുശ്രൂഷ, തിരുവത്താഴ ശുശ്രൂഷ അല്ലത്. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു. അവരെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുക. എല്ലാ നിലയിലും അവർ ആ ശുശ്രൂഷ ചെയ്യുന്നെങ്കിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരും ജ്ഞാനമുള്ളവരും നല്ല സാക്ഷ്യമുള്ളവരും ജനത്തിന്റെ ഇടയിൽ നല്ല സാക്ഷ്യമുള്ളവരുമാണ്. അവരെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ശക്തമായിട്ട് ഉപയോഗിക്കുക. അടുത്ത വാക്യം: ലിബർത്തീനർ എന്ന് പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാണ്ട്രിയക്കാരിലും കിലിക്കിയ, ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. ഞാൻ ഈ ദേശമൊക്കെ നിങ്ങളിപ്പം ഈ മാപ്പ് കാണിച്ചപ്പോൾ കാണിച്ചതായിരുന്നു. അവിടെ ഈ ലിബർത്തീനർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗ്രീക്ക് യഹൂദന്മാരെ തിങ്ങി പാർക്കുന്ന സ്ഥലം ഉള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ കുറേന എന്ന് പറയുന്നതാണ് സൈറീൻ, അല്ലെന്നുണ്ടെങ്കിൽ ലിബിയ. അലക്സാണ്ടർ ചക്രവർത്തി പണിതിരിക്കുന്ന ഒരു വലിയ പട്ടണം അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് ഈജിപ്തിലെ ഒരു വലിയ പട്ടണം അലക്സാണ്ട്രിയ. കിലിക്കിയ, ഇവിടാണ് പൗലോസ് ജനിച്ചത്. ടർക്കിയില. ആസിയ, അത് ടർക്കിയില. എഫസോസ് അതിന്റെ കേന്ദ്രമാണ്. ആസിയ ഇന്നത്തെ ഈസ്റ്റാൻബുൾ എന്ന് പറയുന്നത്, ഇന്നത്തെ ഈസ്റ്റാൻബുൾ ആണ് അവിടുത്തെ മെയിൻ സെന്റർ. എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റു. ഇതാരാ എഴുന്നേറ്റേക്കുന്നത്?
ഇവിടുള്ള ജാതികളൊന്നുമല്ല, ഇവർക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയത്തേ ഇല്ല. ജാതികൾക്ക് എന്താണ് ഇതിനകത്തിൽ ഇവരുടെ തനാക്കിനെ കുറിച്ച് എന്താ അറിയാവുന്നത്? അവരുടെ മിഷനെ കുറിച്ച് എന്താ അറിയാവുന്നത് ജാതികൾക്ക്? അവർക്ക് പിതാവെന്നും പുത്രനും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ വന്നിരിക്കുന്നത് മുഴുവനും യഹൂദന്മാരാണ്. അവിടെ ആസിയ എന്ന ദേശക്കാരിൽ ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിക്കുക. എന്താ തർക്കിക്കുന്നത്? അവരുടെ ന്യായപ്രമാണത്തിലെ മോശയിക ഉപദേശങ്ങളിലെ ന്യായപ്രമാണത്തിലെ വിഷയങ്ങളാണ് തർക്കിക്കുന്നത്. എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. കാര്യം സ്തേഫാനോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുക. ആത്മാവിനാൽ നിറഞ്ഞ സ്തേഫാനോസ് അവരോട് സംസാരിക്കുക. അതുകൊണ്ട് തൻ്റെ അടുക്കൽ അവർക്ക് ജയിക്കുവാനോ പിടിച്ചു നിൽക്കുവാനോ കഴിഞ്ഞില്ല. അവർ സ്തേഫാനോസിന്റെ ആത്മാവോടും ജ്ഞാനത്തോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവരെ കള്ള സാക്ഷികളെ, അടുത്ത വാക്യം അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി. ഇതൊരു അവസാനത്തെ തന്ത്രമാണ്. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായ ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ഇതൊരു സാധാരണ ഇവരുടെ ഒരു തന്ത്രമാണിത്. ആൾക്കാരെ കള്ളസാക്ഷികളെ ഹയർ ചെയ്യുക. മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഗമാലിയേൽ ശാസ്ത്രി എഴുന്നേൽക്കുന്നതിന് മുൻപ് അവരും ഇത് തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. കള്ളസാക്ഷികളെ എഴുന്നേൽപ്പിച്ച് കള്ളസാക്ഷ്യം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കെയർ ഓഫിൽ ഇവരെ തട്ടിക്കളയാനായിട്ട്, കൊന്നുകളയുവാനായിട്ട് പറ്റും. അതുകൊണ്ട് സ്തേഫാനോസിനെ കൊന്നുകളയാനായിട്ട് അവൻ ചില പുരുഷന്മാരെ വശത്താക്കി. യേശു ക്രിസ്തുവിനെ കുറിച്ചും ഇത് തന്നെയാ പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലനെ കുറിച്ചും ഇത് തന്നെയാ പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലനെ അവസാനം കൈസരിയിലെ ജയിലിൽ അടയ്ക്കുമ്പോൾ യെരുശലേമിൽ ദേവാലയത്തെ തീണ്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ജാതീയ ആൾക്കാരെ യെരുശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് പോളിനെതിരെ കള്ളസാക്ഷികളെ നിർത്തുക ചെയ്യുന്നത്. ഇത് ഇവരുടെ ഒരു സ്ഥിരം നമ്പറാണ്, ഒരു സ്ഥിരം രീതിയാണ്. അങ്ങനെ കള്ളസാക്ഷികളെ കൂലിക്കെടുക്കുക, ഹയർ ചെയ്യുക. അങ്ങനെ പുരുഷന്മാരെ വശത്താക്കി ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായ ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. പോളിനെ കുറിച്ച് പറയുന്നതും ഇതുപോലെ തന്നെയാണ്. ഇവൻ മോശയ്ക്കും അതുപോലെ തന്നെ ന്യായപ്രമാണത്തിനും ദൈവത്തിനും വിരോധമായിട്ട് ദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതേ രീതിയിൽ തന്നെ കർത്താവിനെ മോഷ്ടിച്ചുകൊണ്ടുപോയി, ഉയർത്തെഴുന്നേറ്റിട്ടില്ല, മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞു വരുത്താനും ഇതുപോലെ കള്ളസാക്ഷികളെ ആക്കിയത്. കാശ് കൊടുത്ത് കള്ളസാക്ഷികളെ വാങ്ങിക്കുക ചെയ്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളത് തീർത്തു തരാം, നിങ്ങൾക്ക് വേണ്ടുവോളം പണം തരാം എന്ന് പറഞ്ഞ് കള്ളസാക്ഷികളെ നിർത്തി പറയിച്ചത് കാരണം ഇന്ന് വരെയും അത് അങ്ങനെ ഇരിക്കുന്നു. അവർ അതിൽ തന്നെ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ അവൻ ചില പുരുഷന്മാരെ വശത്താക്കി ഇങ്ങനെ ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി. ഇവിടെ ആരൊക്കെയാ ഇളകിയിരിക്കുന്നത് നോക്കിയേ. ഇവിടെ ജനം എന്ന് പറയുമ്പോഴത്തേന് പൊതുജനമാ. ജനത്തെയും മൂപ്പന്മാരെ, അവരുടെ ഇടയിലുള്ള മൂപ്പന്മാരവിടെ ഉണ്ട്, ശാസ്ത്രിമാര്, അതായത് അവിടുത്തെ സ്കോളേഴ്സ് ആണ്, ന്യായശാസ്ത്രിമാര് ഇളക്കി അവന്റെ നേരെ ചെന്നു അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി. ആരാത്? സന്നിധിൻ സംഘം, ന്യായാധിപ സംഘം, ആ സംഘത്തിൽ കൊണ്ടുവന്നിരിക്കുക. അപ്പൊ ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ഒരുമാതിരിപ്പെട്ട ഒരു ഇസ്രായേലിന്റെ ഫുൾ റെപ്രസെന്റേഷൻ ഇവിടെ ഉണ്ട്. ഈ ഒരു ഗ്രൂപ്പാണ് ഇസ്രായേലിന്റെ ഒരു ക്ലിയർ റെപ്രസെന്റേഷൻ. ഇവരാണ് സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്നത്. ഈ ഏറും ഈ കൊലയുമാണ് ഇസ്രായേലിനെ ദൈവം അവസാനമായിട്ട് കൈവിടാൻ കാരണമായി തീർന്ന പ്രശ്നം. ഇവര് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച സഭയെ അവർ ഉപദ്രവിച്ചു, അവർ ദണ്ഡിപ്പിച്ചു, അവർ ആ സഭയെ മുടിപ്പിച്ചു. അവര് അപ്പോസ്തലന്മാരെ കൊന്നുകളയുവാനായിട്ട് നോക്കി, ഒരാളുടെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. പല പ്രാവശ്യം അവരെ പിടിച്ച് ജയിലിലിട്ടു. അവർ പരിശുദ്ധാത്മാവിനെതിരെ തിരിഞ്ഞു ഒത്തിരി ദൂഷണങ്ങൾ ചെയ്തുവെങ്കിലും ഈ ഒരു കാര്യം സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നുകൊണ്ട് അതിൻ്റെ ആ ഒരു പാരമ്യത്തിൽ എത്തിച്ചേരുക. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞ പാപം ഇവരെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ ഒരു ഈ സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ നമുക്കെതിരായിട്ട് ഒരാൾ ഒരിക്കൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അവിടെ ഒരു ഗ്രൂപ്പ് സ്തേഫാനോസിനെ പിടിച്ചു, അദ്ദേഹത്തെ എറിഞ്ഞു കൊന്നു എന്നുള്ളതല്ലാതെ അതിനൊരു വലിയ പ്രസക്തി ഇല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് പ്രസന്റ് ചെയ്യുന്നത്. പ്രസക്തി ഇല്ലാത്ത ആൾക്കാരല്ല ഈ നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ സ്തേഫാനോസ് എന്താ പറയുന്നത് നോക്കിയേ. ജനം നിൽക്കുക, മൂപ്പന്മാര് നിൽക്കുക,
ശാസ്ത്രിമാർ നിൽക്കുക, ന്യായാധിപ സംഘം നിൽക്കുക. 7-ാമത്തെ അധ്യായത്തിലോട്ട് കയറി കഴിഞ്ഞാൽ 7-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് മഹാപുരോഹിതൻ അവനോട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. മഹാപുരോഹിതൻ അവരോട് ചോദിക്കുക, ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് സ്തെഫാനോസ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനികളായ എല്ലാ ആൾക്കാരും യഹൂദ ജനവും നിൽക്കുന്ന ഒരു വലിയ ഫോറമായത്. അവിടെ സ്തെഫാനോസിനെ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാം എറിഞ്ഞ് കൊല്ലുന്ന ഒരു രംഗം നമുക്ക് കാണാം. ഇതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണത്തിന്റെ ഏറ്റവും പാരമ്യ അവസ്ഥയിൽ എത്തുന്നതും ദൈവം യഹൂദനെ കൈവിട്ട് കളയുന്നതും. ഫോൾ ഓഫ് ഇസ്രായേൽ അത് നടന്ന സംഭവമാണ് ഈ വിവരിക്കുന്നത്. അതിന്റെ ആ ഒരു സ്റ്റേജ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. 7-ാമത്തെ അധ്യായത്തിലാണ് അത് നടക്കുന്നത്. ഇവിടെ ഈ സ്തെഫാനോസിനെയാണ് എറിഞ്ഞു കൊല്ലുന്നത്. ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചെന്നു, അവനെ പിടിച്ചു ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി. കള്ളസാക്ഷികളെ നിർത്തി ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ നസറനായ യേശു ഈ സ്ഥലം നശിപ്പിച്ചു. മോശെ നമുക്ക് കൽപ്പിച്ചു തന്ന ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. സ്ക്രിപ്റ്റഡ് ആണ്, എന്ത് പറയണമെന്ന് വരെയും എഴുതി കൊടുത്തിരിക്കുക. അങ്ങനെ പറയിച്ചു. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. ഇവർക്കെല്ലാം അറിയാം ഇത് തെറ്റാന്നുള്ളത്. എന്നിട്ടും അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ദൈവത്തിന്റെ ദൂതൻ നിൽക്കുന്നത് പോലെ സ്തെഫാനോസ് നിൽക്കുക. ഇന്ന് ഇത് ആഴമായി വിശ്വസിച്ചിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ഇതുപോലുള്ള സാഹചര്യത്തിൽ ചെന്ന് കഴിയുമ്പോഴും ഇതേ ശക്തി ദൈവം നമ്മുടെ മേൽ പകരും. ഇതേ ആത്മാവിനാൽ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് ഏതിടത്ത് നിൽക്കണമെന്നുണ്ടെങ്കിലും യാതൊരു വിധത്തിലും ചഞ്ചലപ്പെടരുത്. എന്ത് ശിക്ഷ വിധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിർത്തി തീ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പോലും യാതൊരു വിധത്തിലും ചഞ്ചലപ്പെടരുത്. സാത്താൻ ചെയ്യാവുന്നതിന്റെ അപ്പുറത്ത് എല്ലാം ചെയ്യും. പക്ഷെ നൊടി നേരത്തേക്കുള്ള കഷ്ടമാണ് ഇതെല്ലാം. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ നന്മകൾ, തേജസ്സിന്റെ നിത്യ തേജസ്സിന്റെ കനമോർത്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. സ്തെഫാനോസിന് അറിയാം അവര് കൊന്നുകളയുമെന്നറിയാം. എന്നിട്ടും മഹാപുരോഹിതന്റെ മുഖത്ത് നോക്കി സംസാരിക്കുക, ന്യായശാസ്ത്രി സംഘത്തിന്റെ മുഖത്ത്, സനദ്രീൻ സംഘത്തിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുവാനുള്ള കൃപ ദൈവം തന്റെ മേലെ പകർന്നിരിക്കുകയാണ്. വലിയ ഒരു ഗ്രൂപ്പ് ഡിസിഷൻ എടുക്കുവാൻ പവറുള്ള ആ എല്ലാ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വലിയ സന്നദ്രീൻ കൗൺസിലിന്റെ മുമ്പിലാണ് സ്തെഫാനോസ് ഇവിടെ നിൽക്കുന്നത്. ഇതൊരു ചെറിയ അധ്യായമാണ്. ഇതിന്റെ സ്റ്റേജ് ഒന്ന് സെറ്റായി വരികയാണ്. 7-ാം അധ്യായത്തിൽ ഇതിന്റെ ഒരു വലിയ സംഭവം നടക്കുന്നതായിട്ടും അവസാനത്തിൽ സ്തെഫാനോസിനെ അവർ എറിഞ്ഞ് കൊല്ലുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ അധ്യായത്തോടു കൂടി പരിശുദ്ധാത്മാവാൻ ദൈവത്തെ കൂടെ എതിരായിട്ട് ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവരെ കൈവിടുകയാണ്. ഇവിടെ വെച്ച് ഫോൾ ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വലിയ സംഗതി നടക്കുക. അതിനുശേഷം 9-ാമത്തെ അധ്യായത്തിൽ കയറുമ്പോഴത്തേനും ദൈവം പൗലോസ് അപ്പോസ്തലനെ വിളിക്കുക, ഒരു പുതിയ ഡിസ്പെൻസേഷൻ ആരംഭിക്കുക, ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുക, കൃപായുഗം എന്ന് പറയുന്ന ഒരു പുതിയ ടൈം പീരീഡ് ആരംഭിക്കുക, മഹത്വമേറിയ ഒരു കാലഘട്ടം ആരംഭിക്കുക. ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതി വെളിപ്പെടുന്ന ഒരു സമയം ആരംഭിക്കാൻ പോവുക. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സമയം അനുവദിക്കാത്തത് കാരണം, നമ്മുടെ പ്ലാൻ ഉള്ളത് കാരണം അടുത്ത 2 മാസത്തേക്ക് നമുക്ക് അതിലേക്ക് കടക്കുവാൻ കഴിയുന്നില്ല. എന്നാലും അടുത്ത പ്രാവശ്യം നമ്മൾ 2 മാർച്ച് നമ്മുടെ ബൈബിൾ ക്ലാസ് റെസ്യൂം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗം ഒന്നുകൂടെ റിവ്യൂ ചെയ്തൊന്ന് റീക്യാപ്പ് ചെയ്ത് നമുക്ക് തുടർമാനമായിട്ട് പഠിച്ചു പോവുകയും പൂർണ്ണമായിട്ട് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കുമായിട്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ 6-ാമത്തെ അധ്യായം ചിന്തിച്ച് അവിടെ നിർത്തുകയാണ്. അടുത്തത് നമ്മൾ 7-ാമത്തെ അധ്യായത്തിലേക്ക് കയറുന്നില്ല, പകരം ഒരു ചോദ്യത്തിന് മറുപടി പറയുവാനായിട്ട് ശേഷിക്കുന്ന അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഏകദേശം 20 മിനിറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ നല്ലൊരു ചോദ്യമാണ്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. ദ ഗേറ്റ് മിനിസ്ട്രീസിൽ സ്നാനമില്ല, തിരുവത്താഴമില്ല എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒത്തിരി പേര് എൻ്റെ ചോദിച്ചിട്ടുണ്ട്, എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് രണ്ടും തെറ്റാ. ഞങ്ങൾക്ക് സ്നാനവും ഉണ്ട്, തിരുവത്താഴവും ഉണ്ട്. സ്നാനം ഉണ്ട് എന്ന് പറയുമ്പോൾ ജലസ്നാനമല്ല, പരിശുദ്ധാത്മ സ്നാനം ഞങ്ങൾക്കുണ്ട്. അത് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ പരിശുദ്ധാത്മ സ്നാനത്തിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അതുപോലെ തന്നെ തിരുവത്താഴം ഞങ്ങൾ ഏറ്റവും ആദരിക്കുന്ന ശുശ്രൂഷയാണ്. അത് നമുക്കുണ്ട്.
എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ചോദിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഗ്രേസ് സർക്കിളിൽ തന്നെയുള്ള പലരും അത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഉപദേശങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ ഇന്ന് നാം ചിന്തിക്കുന്നത് തിരുവത്താഴ ശുശ്രൂഷ ഗ്രേസ് ഗോസ്പലിൽ ഉണ്ടോ, കൃപായുഗത്തിൽ തിരുവത്താഴ ശുശ്രൂഷയുടെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു വിഷയമാണ്. ഈ തിരുവത്താഴത്തെയാണ് ലോർഡ്സ് സപ്പർ എന്നും ലോർഡ്സ് ടേബിൾ എന്നും അപ്പം നുറുക്കലെന്നും കർത്തൃമേശയെന്നും ഒക്കെ നമ്മൾ പറയുന്നത്. ഇതിനെ ക്രിസ്തീയ മറ്റുള്ള ഡിനോമിനേഷണൽ ചർച്ചുകളൊക്കെ അതിനെ കുർബാനയെന്നും മാസ് എന്നും ഹോളി കമ്മ്യൂണിയൻ എന്നും യൂക്കറിസ്റ്റ് എന്നും ഒക്കെ പറയാറുണ്ട്. ഇവിടെ ഷുഡ് വി ഫോളോ ദ ലോർഡ്സ് സപ്പർ ഇൻ ദിസ് ഏജ് ഓഫ് ഗ്രേസ്? ഇതാണ് ഇന്നത്തെ ചോദ്യം. ഈ കൃപായുഗത്തിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയിൽ ലോർഡ്സ് സപ്പറിന്റെ ശുശ്രൂഷ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഓർപ്പിക്കുക, കോട്ടയത്ത് ആരംഭിക്കുന്ന ചർച്ചിൽ 21 തീയതി ജനുവരി മുതൽ നിങ്ങൾ വരാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുവത്താഴ ശുശ്രൂഷയോടുകൂടി കർത്താവിനെ ആരാധിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. എല്ലാ സൺഡേയിലും അവിടെ തിരുവത്താഴ ശുശ്രൂഷ ഉണ്ടായിരിക്കും. നമ്മുടെ എല്ലാ ചർച്ചുകളിലും പറവൂരിലും അടിമാലിയിലും ബത്തേരിയിലും എല്ലാം തിരുവത്താഴ ശുശ്രൂഷ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായം ഇതുവരെ ക്രിസ്തീയ മാർഗത്തിലുള്ളതായിട്ട് നമുക്ക് കാണാം. ക്രിസ്തീയ കോളത്തിൽ ഈവൻ ഗ്രേസ് സർക്കിളിൽ തന്നെ ഇതിന് രണ്ട് അഭിപ്രായമുണ്ട്. അതൊരു ഖേദകരമായ സംഗതിയാണ്. ഗ്രേസ് സർക്കിളിൽ തന്നെ അത് രണ്ട് അഭിപ്രായം ഉണ്ട് എന്നുള്ളത്. പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ അഭിപ്രായക്കാരോട് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ആ വിഷയത്തിൽ അവർക്ക് കുറച്ചുകൂടെ ഒരു ഹൃദയ വിശാലതയും അതിനെ ഉൾക്കൊള്ളുവാനുള്ള ദൈവിക ജ്ഞാനവും ദൈവം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോർഡ് സപ്പറിനോടുള്ള ബന്ധത്തിൽ ഉള്ള ഈ രണ്ട് അഭിപ്രായങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃപായുഗത്തിലെ നിത്യമായ ഒരു രക്ഷാ പദ്ധതി, അതില് പല കാര്യങ്ങളുണ്ട്. കൃപായുഗമെന്നും റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്നും പൊളൈൻ റെവലേഷൻ എന്നും ഒക്കെ പറയുന്ന പല ഉപദേശങ്ങളുണ്ട്. ഇതിലെല്ലാം തന്നെ ഗ്രേസ് സർക്കിളിലുള്ള മറ്റുള്ള എല്ലാവരും അലൈൻഡാണ്. കർത്തൃമേശ എന്നുള്ളൊരു വിഷയത്തിൽ മാത്രമാണ് ചില കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് പ്രയാസമുള്ളത്. എന്നാൽ മറ്റുള്ള എല്ലാ വിഷയങ്ങളും റൈറ്റ് ഡിവിഷൻ, പൊളൈൻ റെവലേഷൻസ്, അതുപോലെ തന്നെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന വിഷയം, കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നു, എറ്റേണൽ സെക്യൂരിറ്റി, പ്രീ ട്രിബുലേഷൻ റാപ്ചർ, നിത്യ സ്വർഗവാസം, ഈ വിഷയങ്ങളിലെല്ലാം അവരെല്ലാവരും 100% ഫുള്ളി അലൈൻഡ് ആണ്. എന്നാൽ കർത്തൃമേശ എന്നുള്ളൊരു വിഷയത്തിൽ മാത്രം ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിന് ദൈവം ഒരു ഹൃദയ വിശാലത അവർക്കൊക്കെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം നമ്മുടെ സഹോദരന്മാരും നമ്മുടെ കൂടെ ആരാധിക്കുന്നവരുമാണ്. അപ്പൊ തന്നെ ദൈവം അതിലൊരു വിശാലത എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഗ്രേസ് ഗോസ്പലിൽ ലോർഡ് സപ്പർ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സർവസ്വവും കർത്താവിന്റെ ക്രൂശ. നാം ജീവിക്കുന്നത് ക്രൂശിലാണ്, മരിക്കുന്നത് ക്രൂശിലാണ്, ഉയർക്കുന്നത് ക്രൂശിലാണ്, നിത്യജീവൻ ക്രൂശിലാണ്. ആദാം മുതൽ വെള്ള സിംഹാസനം വരെയുള്ള മാനവ രാശിയുടെ മുഴുവനും രക്ഷ നിവർത്തിയായിരിക്കുന്നത് കർത്താവിന്റെ ക്രൂശിലെ പരമയാഗത്തിലാണ്. ആ ക്രൂശിലൂടെ എന്നേക്കുമായിട്ടുള്ളൊരു വീണ്ടെടുപ്പ് ദൈവം സാധിപ്പിച്ചിരിക്കുക. ഇതിനിടയിൽ നടന്ന മൃഗങ്ങളുടെ യാഗമോ അതിനുശേഷം നടന്ന വാട്ടർ ബാപ്റ്റിസമോ ഇതിനിടയിലൂടെ എല്ലാം കൊടുത്തിരുന്ന പ്രമാണങ്ങളോ ഒന്നുമല്ല നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണം. ഇതെല്ലാം ഇന്ററിം പീരീഡിൽ ദൈവം കൊടുത്തിരുന്ന ഓരോ ഉപദേശങ്ങളായിരുന്നു. നമ്മുടെ രക്ഷ നിവർത്തിയാകുന്നത് കർത്താവിന്റെ കാൽവറി യാഗത്തിലാണ്. ഈ ഉലകം മുഴുവനും അതിന് പകരം വെച്ചാലും അതിന് നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചത്. ആ പരിശുദ്ധനായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് നമുക്ക് പകരം ഒരു മറുവില യാഗമായി തീർന്നിരിക്കുക. ആ യാഗത്തിലാണ് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതം, നമ്മൾ രക്ഷിക്കപ്പെട്ടത്, നമ്മൾ മരിക്കുന്നത്, നമ്മൾ ഉയർക്കുന്നത് എല്ലാം ക്രൂശിലാണ്. ആ ക്രൂശിനെ ധ്യാനിക്കുന്ന ഒരു ആരാധന കർത്താവ് പൗലോസ് അപ്പോസ്തലനിലൂടെ, നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ കൂടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ, കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുവാനായി ഈ ശുശ്രൂഷ നിങ്ങൾ ചെയ്വീൻ എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ആ ഒരു ശുശ്രൂഷ നമ്മൾ അവഗണിക്കും എന്ന് നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കുവാൻ കഴിയും? തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ മാന്യതയോടും
എല്ലാ ആദരവോടും കൂടി, എല്ലാ എല്ലാ ബഹുമാനത്തോടും സമർപ്പണത്തോടും കൂടി നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണ്. നമ്മൾ എല്ലാ ആരാധനയിലും ചെയ്യുന്ന ശുശ്രൂഷയായിരിക്കും നമ്മുടെ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്നാൽ ഈ തിരുവത്താഴ ശുശ്രൂഷ നമ്മൾ ഫോളോ ചെയ്യുന്നത് 12 അപ്പോസ്തലന്മാര് ഇത് ഫോളോ ചെയ്തിരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ 12 ഇത് പഠിപ്പിച്ചത് കൊണ്ടോ, കർത്താവായ യേശു ക്രിസ്തു ഇത് പഠിപ്പിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ മിസ്രൈമിലെ കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്നുള്ള വിടുതലിനെ ഓർമ്മപ്പെടുത്തുന്ന ആ പെസഹ പെരുന്നാളിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലോ, കർത്താവായ യേശു ക്രിസ്തു 12 സഹിയോൻ മാളികയിൽ കഴിച്ച പെസഹായുടെ ഓർമ്മയ്ക്കായിട്ടോ, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു എന്ന് കൽപ്പിച്ച് അവരോടൊപ്പം കഴിച്ച പെസഹായുടെ ഓർമ്മ പുതുക്കുവാനോ, ഏതെങ്കിലും തരത്തിലുള്ള തിരുബലി ആയിട്ട് ഇതിനെ കാണുവാനോ, ഏതെങ്കിലും രക്ഷാമാർഗമായിട്ട് കാണുവാനോ അല്ല. ഇതുമായിട്ടൊന്നും ഇതിന് യാതൊരു കണക്ഷനുമില്ല. അതെല്ലാം യഹൂദിയ വിശ്വാസത്തിൽ ദൈവം കൊടുത്തിരുന്ന ഉപദേശങ്ങളാണ്. അവരോട് ദൈവം കൊടുത്തിരുന്ന ഉപദേശങ്ങളാണ്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഇത് ആചരിക്കാൻ കാരണം ഇതൊന്നുമല്ല. കർത്താവ് വരുവോളം അവന്റെ ക്രൂശ് മരണത്തെ പ്രസ്താവിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയായതിനാലാണ്. അപ്പോസ്തലനായ പൗലോസിൽ കൂടി കർത്താവ് നമ്മളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയായത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ നിറയെ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നാമത് എൻ്റെ ത്രോട്ട് ശരിയല്ല, രണ്ടാമത് നമുക്ക് സമയം അനുവദിക്കുന്നില്ല. വിശാലമായിട്ട് വരുന്ന ശുശ്രൂഷകളിലും മറ്റ് സഭായോഗങ്ങളിലും ഒക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണമെന്നും മറ്റുള്ള ബൈബിൾ ക്ലാസ്സിലൂടെയൊക്കെ ഇതിനെ കൂടുതൽ വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ 1-2 എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ എപ്പിസോഡ് നമ്പർ 98 ലോർഡ് സപ്പർ എക്സ്പ്ലെയിൻഡ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡുണ്ട്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ലോർഡ് സപ്പർ എക്സ്പ്ലെയിൻഡ്, ഇത് കണ്ടില്ലേ, ഈ കർത്തൃമേശ ഒരു വിവരണം, ലോർഡ് സപ്പർ എക്സ്പ്ലെയിൻഡ് 98 എപ്പിസോഡ്. ഇതിനെ നിങ്ങളൊന്ന് ദയവായിട്ട് കാണണം. ഇത് കണ്ടു കഴിയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ കർത്തൃമേശ ആചരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എൽദോ വർഗീസ്, ദ ഗേറ്റ് ചർച്ച് ബത്തേരി, തൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 എപ്പിസോഡുകൾ താൻ ചെയ്തിരുന്നു. അതിൽ ഒരു എപ്പിസോഡാണ് ഈ ചെയ്തിരിക്കുന്നത്. അതിൽ എന്താണ് കർത്താവിന്റെ മേശയും ഭൂതങ്ങളുടെ മേശയും, 38 എപ്പിസോഡ്. വളരെ വ്യക്തമായിട്ടും വളരെ ഭംഗിയായിട്ടും എൽദോ ബ്രദർ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ദ ഗേറ്റ് ചർച്ച്, എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ലോർഡ് സപ്പർ ഫോളോ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അതിനെ ആദരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 1-2 വാക്യങ്ങൾ കാണിച്ച് ഞാൻ നമ്മുടെ ആ ഒരു സ്റ്റാൻഡ് കുറച്ചുകൂടെ വ്യക്തമാക്കുവാനായിട്ട് ശ്രമിക്കാം. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 11 ഈ കാര്യങ്ങൾ ഏറ്റവും പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കീ പൊളൈൻ പാസേജ് ഓൺ ദിസ് സബ്ജക്ട് ഈസ് 1 Corinthians chapter 11 ആണ്. അതിൽ കൂടെയാണ് ഈ കാര്യങ്ങളെ ഏറ്റവും കൂടുതൽ പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന്റെ തലേ അധ്യായം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 10-ാമത്തെ അധ്യായം അതിന്റെ 16 വാക്യം. എന്നെ ശ്രദ്ധിക്കണം, ചില കാര്യങ്ങൾ മാത്രമേ പറയാൻ, എനിക്കൊരു 10 മിനിറ്റത്തെ സമയമേ ഉള്ളൂ. അതിൽ കൂടെ ഒന്ന് ഓടിച്ചു വിടാനായിട്ട്. കാര്യം നമ്മുടെ തിരുവത്താഴ ശുശ്രൂഷ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകല്ല. നമ്മൾ പൂർണ്ണ ആദരവോടുകൂടി ചെയ്യുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിലൊരു ഫുൾ കൺവിക്ഷൻ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇതൊന്ന് ഓർപ്പിക്കുന്നത്. ഇവിടെ 10-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 16 വാക്യത്തിൽ പറയുക, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഇത് പഴയ കഴിഞ്ഞുപോയ ഒരു ഹിസ്റ്ററി പറയുകയല്ല, പ്രസന്റ് ടെൻസ് ആണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുക. പോളിന്റെ സഭയിൽ, പോൾ ആരംഭിച്ച കൊരിന്തിലെ സഭയിലെ ശുശ്രൂഷ ചെയ്യുന്ന ആ ശുശ്രൂഷയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പോൾ പറയാൻ, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? ദ കപ്പ് ഓഫ് ബ്ലെസ്സിങ് വിച്ച് വി ബ്ലെസ്, പ്രസന്റ് ടെൻസ് ആണ്. The cup of blessing which we bless, is it not the communion of the blood of Christ? The bread which we break, is it not the communion of the body of Christ? മനസ്സിലാവുന്നുണ്ടോ? അവിടെ അവര് ശുശ്രൂഷിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ എന്ന് പോൾ ചോദിക്കുക. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ എന്ന് ചോദിക്കുക. പിന്നെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അവരാചരിക്കുന്ന രീതി ശരിയല്ല. അതിനെയാണ് പോൾ ഇവിടെ കറക്റ്റ് ചെയ്യുന്നത്. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി, അപ്പം നിറുക്കൽ ശുശ്രൂഷ വേണ്ട എന്നല്ല ഈ പറയുന്നത്, അത് ശരിയല്ല എന്നുമല്ല ഈ പറയുന്നത്. ലോർഡ് സപ്പർ വേണ്ട എന്ന് പോൾ എങ്ങും പറഞ്ഞിട്ടില്ല, അത് വേണ്ട എന്നല്ല പറയുന്നത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതി ശരിയല്ല, അതിന് ലഭിക്കേണ്ടുന്ന ആദരവും മാന്യതയും പരിശുദ്ധിയും ലഭിക്കുന്നില്ല. ദ മാനർ ഇൻ വിച്ച് ദേ ഒബ്സർവ് ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അതിനെ കറക്റ്റ് ചെയ്യുക ഈ 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ ചെയ്യുന്നത്. ആ ഒരു അധ്യായത്തിലാണ് ഈ ലോർഡ് സപ്പറിനെ പോൾ ഏറ്റവും വിശദീകരിച്ചിട്ടുള്ളത്. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിനെ ഒന്ന് വായിച്ചു കഴിയുമ്പോൾ കുറെ കൂടി നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകും. ഇവിടെ പോളിന്റെ സഭയിൽ, അതായത് കൊരിന്ത്യയിലെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയായത്. ഇതൊന്നും പുതിയ കാര്യമല്ല. 11 അധ്യായം 23 വാക്യം മുതൽ ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഞാനത് അതെ, അവിടെ ഇങ്ങനെ വായിക്കുകയാണ്. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിക്കണം. ഈ വാക്യങ്ങളിൽ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് കണ്ടോ? ഇവിടെ പറയുകയാണ്, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും. ആര്? പോൾ പറയുക, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, ഞാൻ ഇത് എവിടുന്നെങ്കിലും പഠിച്ചിട്ട് ഇത് കൊള്ളാം, ഇതുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്തേക്കുന്നതല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എവിടുന്നെങ്കിലും കണ്ടു പഠിച്ചതല്ല. പോൾ ഇത് എഴുതുന്നത് AD 51, 52 കാലഘട്ടങ്ങളിലാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതുന്നത് AD 70 ശേഷമാണ്. ആ സുവിശേഷങ്ങൾ എഴുതുന്നതിന് മുമ്പേ ഇത് കൊരിന്ത്യരോട് പറഞ്ഞിരിക്കുക, ഞാൻ ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. ഇനി കെയർഫുൾ ആയിരിക്കണം. ഇനി പറയുന്ന കാര്യങ്ങൾ, ബാക്കി പറയുന്ന കാര്യങ്ങൾ പോള് അവരോട് പറയുന്നതല്ല, പോൾ കൊരിന്തിലെ സഭയോട് പറയുന്ന കാര്യമല്ല, പ്രത്യുത കർത്താവ് പന്തിരുവരോട് പറയുന്ന കാര്യമാണ്. കർത്താവ് പന്തിരുവരോട് സെഹിയോൻ മാളികയിൽ വെച്ച് പറഞ്ഞ കാര്യം പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക, പോൾ ഇവിടെ കോട്ട് ചെയ്തേക്കുക. പോൾ പറയാ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി. ആര്? കർത്താവ് അപ്പം എടുത്തു ചൊല്ലി സ്തോത്രം ചൊല്ലി നുറുക്കി. ഇത് കർത്താവ് ചെയ്ത കാര്യം പോൾ ഇവിടെ പറയുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. ആര് പറഞ്ഞു? കർത്താവ് പറഞ്ഞു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? പന്തിരുവരോട് പറഞ്ഞു. എവിടെ വെച്ച് പറഞ്ഞു? സെഹിയോൻ മാളികയിൽ വെച്ച് പറഞ്ഞു. അത് അവർക്ക് കൊടുത്ത ശുശ്രൂഷയുടെ ഭാഗമായിട്ട് അവരോട് പറഞ്ഞത്. പോൾ ഇവിടെ ചെയ്യാൻ പറഞ്ഞ കാര്യമല്ല ഇത്, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് പോൾ ഇവിടെ കോട്ട് ചെയ്യുക. അതുകൊണ്ടും തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കർത്താവ്. ആരോട് പറഞ്ഞു? പന്തിരുവരോട് പറഞ്ഞു. എവിടെ വെച്ച്? സെഹിയോൻ മാളികയിൽ വെച്ച് പറഞ്ഞു. ആ നടന്ന സംഭവത്തെ പോൾ ഇവിടുന്ന് കോട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഈ കൊട്ടേഷനിലാണ്. നിങ്ങളത് മനസ്സിലാക്കണം, വിട്ടുപോകല്ല, ശ്രദ്ധിച്ചു വായിക്കണം, 2-3 പ്രാവശ്യം ശ്രദ്ധിച്ചു വായിക്കണം. പോൾ ഇവിടെ പറയുകയാണ്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടേഷനാണ്, ഒരു കോട്ടാണ്. ഈ കോട്ട് ഇവിടെ വിടുക. ഇത് അന്ന് നടന്ന കാര്യത്തെ പോൾ ഇവിടുന്ന് കോട്ട് ചെയ്തിരിക്കുക. അടുത്ത വാക്യം വായിക്കണം. അടുത്ത വാക്യത്തിൽ വരികയാണ്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ദൈവം യഹൂദന്മാർക്ക്, ശിഷ്യന്മാർക്ക് ദൈവത്തിന്റെ ഓർമ്മയ്ക്കായി, കർത്താവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അന്ന് സെഹിയോൻ മാളികയിൽ ചെയ്തിരുന്ന ശുശ്രൂഷയാണെങ്കിലും ആ ശുശ്രൂഷ ദൈവസഭയിൽ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് കർത്താവ് പൗലോസ് അപ്പോസ്തലനെ ഏൽപ്പിച്ചിരിക്കുക. അതപ്പോൾ പറഞ്ഞു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, അങ്ങനെ ആ ശുശ്രൂഷ ദൈവസഭയിലേക്ക് ചെയ്യുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുക. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും അതുകൊണ്ട് നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇവിടുത്തെ പർപ്പസ് വേറെയാ. കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ പ്രവൃത്തിയുടെ ഓർമ്മയാണ് അത് കർത്താവിന്റെ വരവ് വരെ അവന്റെ മരണത്തെ പ്രസ്താവിക്കുവാനായിട്ട്. നാം ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമാണ്.
ഈ ദൈവസഭ എന്ന് പറയുന്നത് ക്രിസ്തു തലയും ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ്. ആ സഭയിലെ അംഗങ്ങൾ ഓരോരുത്തരും അതുല്യമായ അംഗങ്ങളാണ്. ഈ ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങൾ നാം എല്ലാവരും കൂടെ ചേർന്ന് കഴിയുമ്പോൾ, നാം ചേർന്നിട്ട് കർത്താവ് നമ്മളെ വീണ്ടെടുത്ത, നമ്മളെ രക്ഷിച്ച ആ കാൽവറി ക്രൂശിനെ ധ്യാനിക്കുവാനായിട്ട്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചാക്കിയ ഒരു ശുശ്രൂഷയാണ്. അപ്പോസ്തലന്മാര് 12 പേരോട് ആ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ പർപ്പസ് വേറെയാണ്. നമ്മളെ ദൈവം, പോളിന് ദൈവം ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും, ഞാൻ അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഞാൻ ചില കാര്യങ്ങളൂടെ വചനത്തിൽ നിന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ ശുശ്രൂഷ പോളിനോട് ദൈവം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് അതിന്റെ പർപ്പസ് വേറെയാണ്. അതായത് കർത്താവിന്റെ മരണം വരെ അതിനെ ധ്യാനിക്കുവാനായിട്ട് ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുക. ഇനി പൊതുവെ ജനം പറയാറുണ്ട്, ജലസ്നാനവും കർത്തൃമേശയും 2 ഓർഡിനൻസുകളാണ്, 2 കൽപ്പനകളാണ്, അത് രണ്ടും ഫോളോ ചെയ്യണമെന്ന്. വേറൊരു ഗ്രൂപ്പ് പറയാറുണ്ട്, ഇന്ന് ഓർഡിനൻസുകൾ ഒന്നും തന്നെ ദൈവസഭയ്ക്ക് ബാധകമല്ല എന്ന്. നാം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരായിരിക്കുന്നത്. അതുകൊണ്ട് കൃപയാൽ ആയത് കാരണം ഈ സ്നാനത്തിന്റെയോ ഈ കർത്തൃമേശയുടെയോ ആവശ്യമില്ല എന്ന് ഒരു കൂട്ടര് പറയാറുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് കർത്താവിന്റെ ക്രൂശിലൂടെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ജലസ്നാനത്തിന്റെ ആവശ്യമില്ലാത്തത് എന്ന് 3 ക്ലാസ്സിൽ കൂടെ നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും അതിലൊരു സംശയവും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് വീണ്ടും ക്ലാരിഫൈ ചെയ്തു തരാം. ഒരു കടലിലെ മുഴുവൻ വെള്ളത്തിലും നിങ്ങൾ മുങ്ങിയാലും നിങ്ങളുടെ പാപം കഴുകി കളയാൻ കഴിയത്തില്ല. ഇന്ന് സ്നാനത്തിന്റെ ശുശ്രൂഷ ഇല്ല എന്നുള്ള 101% ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇന്ന് ജലസ്നാനത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ഓർഡിനൻസ് ഇന്ന് നിലനിൽപ്പില്ല ദൈവസഭയിൽ. ഇത് കൃപായുഗമാണ്. ഈ കാലഘട്ടത്തിൽ രക്ഷയ്ക്ക് സ്നാനത്തിന്റെ ആവശ്യമില്ല. എന്നാൽ കർത്തൃമേശയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് രക്ഷയ്ക്കായിട്ട് തന്നിരിക്കുന്ന ഒരു കാര്യമല്ല, പാപമോചനത്തിനായിട്ട് തന്നിരിക്കുന്ന ഒരു കാര്യമല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തെ ഓർക്കുവാൻ, അവന്റെ മരണത്തെ പ്രസ്താവിക്കുവാൻ, കർത്താവിന്റെ വരവ് വരെ ഈ ശുശ്രൂഷയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, ആ മരണത്തെ ഓർക്കുവാൻ, അവൻ ഉയർത്തെഴുന്നേറ്റു അതിനെ ഓർക്കുവാൻ, കർത്താവ് വീണ്ടും വരും. ഇതിൽ കൂടെ പറയുന്നുണ്ടല്ലയോ, അവന്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം അവൻ ഉയർത്തെഴുന്നേറ്റു മടങ്ങി വരും എന്നുള്ള പ്രത്യാശ നമ്മുടെ ഉള്ളിൽ തരിക. അങ്ങനെ വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലന് ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. 24, 25 വാക്യം ചേർത്ത് വായിക്കുമ്പോൾ അതിനൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാം. പക്ഷെ ഉണ്ടെങ്കിൽ അതൊരു കോട്ടാണ്. അത് കർത്താവായ യേശു ക്രിസ്തു കാൽവറി മരണത്തിന്റെ തലേ ദിവസം സെഹിയോൻ മാളികയിൽ വെച്ച് നടക്കുന്ന പെസഹയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതല്ല, ആ കാരണം കൊണ്ടല്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലന് ആ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട്, നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയായിരിക്കുന്നതിനാലാണ് നാം അതിനെ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ശരിക്കും ഒരു ഡീപ്പ് ഡൈവ് എടുക്കേണ്ടതാണ്. അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട്, ലൈൻ ബൈ ലൈൻ ആയിട്ട് അതിനെ മൈക്രോസ്കോപ്പിക് വ്യൂവിൽ കൂടെ മനസ്സിലാക്കേണ്ടതാണ്. നീറ്റി ഗ്രിറ്റി ഡീറ്റെയിൽ ഇറങ്ങിപ്പോയി അതിനെ മനസ്സിലാക്കേണ്ടതാണ്. എന്നാലും അത്രയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 1-2 പോയിന്റിലൂടെ പെട്ടെന്ന് പറയാം. പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ലോർഡ് സപ്പർ വേണ്ട എന്നല്ല, പ്രത്യുത ഈ ശുശ്രൂഷയുടെ മാന്യതയും പരിഭാവനതയും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അതിൽ പങ്കെടുക്കണമെന്ന്. 26, 28 വാക്യങ്ങൾ, 26 മുതലുള്ള വാക്യങ്ങൾ ഇത് കണ്ടില്ലേ? ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു ശുശ്രൂഷ നടക്കുന്നില്ലെന്നല്ല, അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ പർപ്പസ് എന്താണെന്ന് പറയുക. എന്നിട്ട് പറയുക, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ. ഇവിടെ അയോഗ്യമായിട്ട് അപ്പം തിന്നരുതെന്നാ പറയുന്നത്, അല്ലാതെ അപ്പം തിന്നുകയേ ചെയ്യില്ലെന്നല്ല. ഈ ശുശ്രൂഷ സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല പറയുന്നത്. അയോഗ്യമായിട്ട് അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനല്ല, കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല. ദ മാനർ ഇൻ വിച്ച് യു ആർ ഒബ്സർവിങ് ദിസ് ഈസ് നോട്ട് കറക്റ്റ് എന്നുള്ളതാണ് പോളിന്റെ ഇവിടുത്തെ പോയിന്റ്. 27
28, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഇത്രയും കാര്യങ്ങൾ അവിടെ പ്രസന്റ്ലി നടക്കുന്ന കാര്യത്തെക്കുറിച്ച് പോൾ പറയുക. കൊരിന്തിലെ സഭയ്ക്കാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് വേണ്ട എന്നായിരുന്നു പോളിന്റെ അഭിപ്രായമെങ്കിൽ പോൾ അത് വ്യക്തമാക്കിയനെ. പോളിന് ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ അറിയാം. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 13:8 പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഭാഷാപരമോ അത് നിന്നുപോകും, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് മാറിപ്പോകും. പോകുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പോളിന് അറിയാം. അത് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 1:17 പറഞ്ഞിരിക്കുന്നത് കണ്ടോ, എന്നെ സ്നാനം കഴിപ്പിപ്പാൻ അല്ല അയച്ചത്, ലെസ്റ്റ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ബി മെയ്ഡ് ഓഫ് നൺ എഫക്ട്. പോളിന് ക്ലിയർ ആയിട്ട് പറയാൻ അറിയാം, ഹേ ഗൈസ്, ദിസ് ഈസ് ഹൈ ടൈം ടു സ്റ്റോപ്പ് ദിസ്, യു ഷുഡ് നോട്ട് കണ്ടിന്യൂ ദിസ് എന്ന് പോൾ പറഞ്ഞേനെ. എന്നാൽ അതല്ല ഇവിടെ പറയുന്നത്. 26-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. അവിടെ പറയാണ്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചോ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം ക്യാൻസൽ ചെയ്തതിനെ കുറിച്ചോ അല്ല ഈ പറയുന്നത്. പ്രസന്റ് ടെൻസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സഭയിലെ ശുശ്രൂഷയെ കുറിച്ചാണ് പറയുന്നത്. ഒരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ. കൊരിന്ത്യ ലേഖനം ഇതിന്റെ 23-ാമത്തെ വാക്യം കണ്ടോ, ഇതിന്റെ 23-ാമത്തെ വാക്യം, അതിനകത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ച് കേൾപ്പിച്ചോട്ടെ. അതിന്റെ ആദ്യം തുടങ്ങുന്നുണ്ടോ 23-ാമത്തെ വാക്യം, ഫോർ ഐ ഹാവ് റിസീവ്ഡ് ഓഫ് ദ ലോർഡ് ദാറ്റ് വിച്ച് ഓൾസോ ഐ ഡെലിവേർഡ് അൺടു യു. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ പോൾ പ്രാപിച്ചിട്ടുണ്ട്. നമ്മുടെ സുവിശേഷം എന്താണെന്ന് നമുക്കറിയാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു എന്നുള്ളത്. ഇത് പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്, യഹൂദന്മാരുടെ നിന്ന് പഠിച്ചതല്ല, പോളിന്റെ അറിവ് വെച്ച് പഠിച്ചതല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. അത് എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം, 1 കൊരിന്ത്യർ 15. സോറി, ഒരു സെക്കൻഡ്, ഞാൻ ആ വാക്യം ഒന്ന് എടുക്കാൻ വിട്ടുപോയി. 15-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അവിടെ പറയാണ്, ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു എന്ന് പറയുന്ന വാക്യം. അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഫോർ ഐ ഡെലിവേർഡ് അൺടു യു ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് വിച്ച് ഐ ഓൾസോ റിസീവ്. എനിക്ക് ലഭിച്ചത് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുക. എന്റെ അറിവല്ല, എന്റെ കഴിവല്ല, ഞാൻ എവിടുന്നെങ്കിലും പരിജ്ഞാനത്തിൽ എനിക്ക് കിട്ടിയതല്ല. ദൈവം, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, ഫോർ ഐ ഡെലിവേർഡ് അൺടു യു ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് വിച്ച് ഐ ഓൾസോ റിസീവ്ഡ്. എനിക്ക് ലഭിച്ചതാ, ഞാനത് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുക. സെയിം കാര്യം, അതായത് നമ്മുടെ സുവിശേഷം എന്താണെന്ന് പറഞ്ഞിരിക്കുന്ന ഇടത്ത് ഉപയോഗിച്ചിരിക്കുന്ന അതേ ടെക്സ്റ്റ് തന്നെയാണ് തിരുവത്താഴ ശുശ്രൂഷ പാലിക്കണമെന്ന് പറയാനായിട്ട് പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ ഐ ഡെലിവേർഡ് അൺടു യു ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് വിച്ച് ഐ ഓൾസോ റിസീവ്ഡ്. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. കണ്ടില്ലേ, ഫോർ ഐ ഹാവ് റിസീവ്ഡ് ഓഫ് ദ ലോർഡ് ദാറ്റ് വിച്ച് ഓൾസോ ഐ ഡെലിവേർഡ് അൺടു യു. ഈ കാര്യം വളരെ വ്യക്തമായിട്ട് കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതാണ്. എന്നെ ദൈവസഭയ്ക്ക് കർത്താവിന്റെ വരവ് വരെ അത് ഫോളോ ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് എന്ന് തറപ്പിച്ചപ്പോൾ ഇതിൽ കൂടെ എല്ലാം വ്യക്തമാക്കുകയാണ്. ഇതിന്റെ ഒത്തിരി ഡീറ്റെയിലുകൾ നമുക്ക് കാണിക്കുവാനായിട്ട് കഴിയും. ഇത് ഈ ബാപ്റ്റിസവും ലോർഡ് സപ്പറും രണ്ട് ശുശ്രൂഷകൾ, 2 ഓർഡിനൻസുകളാണ് എന്നൊക്കെ പറയാൻ കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ 2-ന്റെ ബാക്ക്ഗ്രൗണ്ടാണ്. നിങ്ങൾക്ക് ഇതിനോട് അറിയാം, അറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ൽ ക്രിസ്തീയ സഭയെ ആരംഭിച്ചത്. ഇത് യഹൂദന്മാരോട് പറഞ്ഞ വാക്യമാണ്. ഇത് കണ്ടില്ലയോ, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേര് സഭയോട് ചേർന്നു. ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ കാര്യമേ അല്ല ഇവിടെ ഈ പറയുന്നത്. ഇത് യഹൂദിയ സഭയെ കുറിച്ചാണ് പറയുന്നത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശമായിട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഈ അപ്പം നുറുക്കൽ അവർക്ക് കൊടുത്തിരുന്ന അപ്പം നുറുക്കല. അത് അവരുടെ സ്നാനത്തിന് ശേഷം നടക്കുന്ന ശുശ്രൂഷയാ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ സഭയോട് ചേർന്നു. ഇങ്ങനൊരു വാക്യം കിടക്കുന്നത് കൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് ഈ വിഷയത്തിൽ കൺഫ്യൂഷൻ. ക്രിസ്ത്യാനി മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ ആദ്യം സ്നാനപ്പെടണം, അത് കഴിഞ്ഞിട്ട് തിരുവത്താഴം എടുക്കണം.
എന്നാൽ ഇത് രണ്ടും രണ്ട് കൂട്ടരോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് എന്താണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നിറയെ കാര്യങ്ങളിൽ നമ്മൾ കുരുങ്ങിപ്പോകും. യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല ക്രിസ്ത്യാനിയോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ചേർപ്പാനായി വരാൻ പോകുക. ആ കാൽവറി യാഗത്തെ സ്മരിക്കുവാനായി, എന്നേക്കുമായി ക്രൂശിൽ ഒരിക്കലായി നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയെ സ്മരിക്കുവാനായി, ഈ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചാക്കിയ അപ്പോസ്തലനായ പൗലോസിൽ കൂടെ ദൈവം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്ന ദൈവിക കൽപ്പനയാണ് ലോർഡ് സപ്പർ എന്ന് പറയുന്നത്. എൽദോ ബ്രദർ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒരു നല്ല എക്സാമ്പിൾ അതിൽ പറയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നമ്മളൊരു പനഡോൾ കഴിച്ചു കഴിഞ്ഞാൽ ആ എപ്പിസോഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ അത് ഒരു ബ്ലഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പനഡോളിന്റെ അംശം നമ്മുടെ ആ ബ്ലഡിൽ ഉണ്ടായിരിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് എടുത്താലും കൊള്ളാം, കാലിൽ നിന്ന് എടുത്താലും കൊള്ളാം, എവിടുന്നേലും നമ്മുടെ ഹോൾ ബോഡി മുഴുവനും ആ പനഡോളിന്റെ ആ ഒരു മെഡിക്കൽ ഒരു ഇത് പടരുവാനായിട്ട് ഇടയായിത്തീരും. എന്ന് പറഞ്ഞതുപോലെ നാം ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദൈവത്തിന്റെ സഭയാകുന്ന നാം അനേകരായ നമ്മൾ ഒന്നിച്ച് ചേർന്ന് കഴിയുമ്പോൾ കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയുടെ ഓർമ്മയ്ക്കായി ഈ വീഞ്ഞുകളെ നമ്മൾ ഭക്ഷിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ പ്രാണനും നമ്മുടെ ആത്മാവിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ അതെല്ലാം നമ്മുടെ സർവസ്വമായി, നമ്മുടെ ആത്മാവും പ്രാണനും ശരീരവും എല്ലാം ചേർന്ന് കർത്താവിന് നന്ദി പറയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയുമാണ്. നമ്മെ വീണ്ടെടുത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ശരീരം മുഴുവനും അത് വ്യാപരിക്കുകയും നമ്മുടെ ബുദ്ധി മാത്രമല്ല, നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ പ്രാണനും എല്ലാം അതുമായിട്ട് ഏകീഭവിക്കുക. കർത്താവ് നമ്മളെ വീണ്ടെടുത്തതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അവന്റെ ശരീരത്തിന്റെ ഭാഗമായി നാം ഓരോരുത്തരും അവനിൽ സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് അതിലൂടെ കഴിയണം. അതിനുവേണ്ടി ദൈവം നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളെ വീണ്ടും പറയുവാനായിട്ട് കഴിയും. ഒരു സമയത്ത് അനേകർക്ക് ഇത് മനസ്സിലാകും. കാര്യം ദൈവം നമുക്ക് ഇതിൽ കൂടെ ഒരു രക്ഷയും നടക്കുന്നില്ല, ഇതിൽ ഒരു കുർബാനയും നടക്കുന്നില്ല, ഒരു കുർബാനുമില്ല, ഒരു സാക്രിഫൈസും ഇല്ല, ഒരു തിരുബലിയുമല്ല, ഇതൊന്നുമല്ല. ഇത് കർത്താവിന്റെ മരണത്തെ ഓർക്കുവാനായിട്ട്, കർത്താവിന്റെ വരവ് വരെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയെ അത് അനുഷ്ഠിക്കാനായിട്ട് ദൈവം നമുക്ക് കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു ശുശ്രൂഷയാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. അല്പം സമയം കടന്നുപോയി, എന്നാൽ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ഒരു സംവത്സരം മുഴുവനും ഈ ബൈബിൾ ക്ലാസ്സിൽ നമ്മളോടൊപ്പം ചേർന്ന് പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും പ്രതിഫലം തന്ന് മാനിക്കുകയും ചെയ്യട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു പുതിയ സംവത്സരത്തിലെ എല്ലാ ആശംസകളും പകരുന്നു. ഹാപ്പി ന്യൂ ഇയർ 2024 വിഷ് ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കും.